എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. All right. Welcome back. Thank you so much for joining. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രത്നം ചോദിക്കുന്നു, സുഖമാണോ? യെസ്, സുഖമാണ്. ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഷെയറായിട്ടിരിക്കുന്നു. വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ്. ഓക്കെ, എവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ബിന്ദു മാം എവിടെയാണ്? കുറെ നാളുകളായല്ലോ നിങ്ങളുടെ ശബ്ദം കേട്ടിട്ട്. എന്ത് പറ്റി? എവിടെ ഉണ്ടോ? സോ വെൽക്കം ബാക്ക് എവ്രി വൺ. സോ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഗ്രൂപ്പിലും ഒന്ന് അറിയിക്കുക കേട്ടോ. താങ്ക് യു. യെസ്, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആയിട്ടില്ലേ? ശരത്, ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബിന്ദു മാം എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എന്ത് പറ്റി? കുറച്ചൊരു സുഖമില്ലാത്ത പോലെ. പനിയാണ്. ഓക്കെ, കുഴപ്പമില്ല, ഒക്കെ റെഡി ആയിക്കോളും. നമ്മൾ ടാപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടുക. എങ്ങനെ? ഓ, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു, ഓർമ്മയുണ്ടോ? ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് എടുക്കാവോ? ഇന്നലെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? ഇന്നലെ തന്നിരുന്ന ക്വസ്റ്റ്യൻസ് ആരൊക്കെയാണ്? ലൈക്ക് എത്ര മണിക്ക് എണീറ്റ് ഒന്ന് കമന്റ് ചെയ്ത്, നിങ്ങളുടെ വിൻ ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ എത്ര മണിക്ക് എണീറ്റത്? നിങ്ങൾ എത്ര മണിക്ക് എണീറ്റു? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്, ജസ്റ്റ് കമന്റ്. നിങ്ങൾ എത്ര മണിക്കാണ് എണീറ്റത്? 5 മണിക്ക്. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ 5 AM ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ എണീറ്റിട്ട് നല്ല രീതിയിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 5 മണിക്ക് എണീക്കുക. 5 മണിക്ക് എണീറ്റതിന് ശേഷം മെഡിറ്റേഷൻ ചെയ്യുക, അതേപോലെ തെറാപ്പി ചെയ്യാം, അതേപോലെ നമ്മുടെ മോർണിംഗ് ക്ലാസ്സുകൾ കേൾക്കാം, അതിന് പുറമെ എക്സസൈസ് ചെയ്യാം, പ്രിപ്പയർ ചെയ്യുക, അല്ലേ? സോ ആർ യു റെഡി? ടുഡേ സെഷൻ. Okay, if you are ready and excited, just comment down RE in the comment. Just comment down ready and excited, RE in the comment. Just comment down RE. Very good. Okay, thank you. Fantastic. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് വരാം, അല്ലേ? അപ്പം എല്ലാ ദിവസവും ആരാണ് ഇരയാവാറുള്ളത്? നിമ്മിയാണ് ഇരയാവാറുള്ളത്. നിമ്മിയെ വെച്ചിട്ട് തന്നെ തുടങ്ങണോ? ഹൂസ് റെഡി? വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ഓക്കെ, ആർക്കും വരാട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നൊരു ഹെൽപ്പ് ആയിരിക്കും. ഓക്കെ, എന്തായിരുന്നു ക്വസ്റ്റ്യൻസ്? ആർക്കും വരാം. എനിബഡി ക്യാൻ കം. വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് എനിവൺ. നിങ്ങളുടെ കൂടെ, നിങ്ങൾ ആരുടെ കൂടെയും എന്തെങ്കിലും വർക്ക് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഹു ഇസ് റെഡി? ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ ദേ പോണം. ഓക്കെ, നിമ്മി, ലെറ്റ്സ് സ്റ്റാർട്ട്. വാട്ട് വാസ് യെസ്റ്റർഡേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? Am I reacting? My body language, നമ്മളുടെ മുഖഭാവം, പിന്നെ എന്താണ് നമ്മുടെ റിയാക്ഷൻ? നമ്മൾ എനർജിക് ആയിട്ടിരിക്കുമ്പോ നമ്മുടെ മൂവ്മെന്റ്സ്, മുഖഭാവം, ഇതൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളുടെ മുഖഭാവം എന്താണ്, നമ്മളുടെ റിയാക്ഷൻ എന്താണ്, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്, അല്ലെ? നമ്മളുടെ ബോഡി ലാംഗ്വേജ് എന്താണ്, നമ്മൾ എനർജറ്റിക് ആയിരിക്കും. ഓക്കെ, എഴുതിയോ? എഴുതി. ഇന്നലെ തന്നെ ചുമ്മാ എഴുതിയതാണോ, അതല്ല ജസ്റ്റ് സീരിയസ് ആയിട്ട് ഇരുന്ന് എഴുതിയോ? ഹലോ, അൺമ്യൂട്ട്. ആരോ ഒരാളുടെ ശബ്ദം ഉണ്ടാകുന്നില്ല. നിമ്മി ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, പറഞ്ഞോളൂ. ഇന്നലെ തന്നെ എഴുതിയതാണ്. ഇന്നലെ തന്നെ സമയം എടുത്ത് എഴുതിയതാണോ? ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ നമ്മള് എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇരിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ടയർഡ്നെസ് ഒന്നും തോന്നില്ല. നമ്മൾ നല്ല ആക്റ്റീവ് ആയിരിക്കും. കുറച്ചും കൂടി മുന്നോട്ട് ഉള്ള തിങ്കിങ് ഒക്കെ ഉണ്ടാവും. പിന്നെ മുഖഭാവം എന്നൊക്കെ പറഞ്ഞാൽ നല്ല പ്ലസന്റ് ആയിരിക്കും. പിന്നെ നമുക്ക് അങ്ങനെ വലിയ ടയർഡ്നെസ് ഫേസിലും ഫീൽ ചെയ്യില്ല.
പിന്നെ നടക്കൊക്കെ ആണെങ്കിൽ ബാക്ക് ബോൺ നല്ല സ്ട്രെയിറ്റ് ആയിരിക്കും. കുറച്ച് എന്താ പറയാ, വളയാതെ ഇതൊക്കെ ആകാതെ നടക്കും. ഇരിക്കുവാണെങ്കിൽ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിരിക്കും. ഓക്കെ. ഉം. പിന്നെ ഏ, കൈകൾ കൈകാലുകളുടെ ചലനം എങ്ങനെയായിരിക്കും? ഫാസ്റ്റ് ആയിരിക്കും, നല്ല മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നല്ല ഫാസ്റ്റ് ആയിരിക്കും, നല്ല മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. ഓക്കെ, പിന്നെ ഉം. ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. ഓക്കെ, ആ, വേറെ മുന്നോട്ട് എന്നുള്ള തിങ്കിങ് കുറച്ചും കൂടെ ഉണ്ടായിരിക്കും. കുറച്ചും കൂടെ മുന്നോട്ട് പോകാം, കുറച്ചും കൂടി എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും കുറച്ചും കൂടെ ആ, മുന്നോട്ട് പോകാമെന്ന് തോന്നും. വേറെ ഇത്രയൊക്കെ ഇത്ര ഇത് എഴുതിയിട്ടുള്ളൂ. കഴിഞ്ഞതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോഡിയുടെ ചലനം എങ്ങനെയായിരിക്കും? ബോഡിയുടെ ആ, ചലനം എങ്ങനെയായിരിക്കും അല്ലേ? ആ, ഓക്കെ, ആ അത് എനിക്ക് സെയിം പോയിന്റ് തന്നെയായിട്ടാണ് തോന്നിയതെല്ലാം. ഓക്കെ. ഓക്കെ, പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതാണ്. കൈകാലുകൾ, വേറെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നമ്മൾ സന്തോഷം വരുമ്പോ എങ്ങനെ റിയാക്ട് ചെയ്യും? ഓക്കെ, പിന്നെ ആ, ഇല്ല, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ശരി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ് ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടുള്ള എക്സസൈസ്. ലൈക്ക് യു ജസ്റ്റ് പ്രാക്ടീസ് ദ സെയിം. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആകും അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? അതെ അതെ. നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. അതായത് ജാസ്മിൻ പറഞ്ഞു ഡിസ്ട്രാക്ഷനെ പറ്റിയുള്ള ഡിസ്ട്രാക്ഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനു മുൻപ്. ഓക്കെ, ഡിസ്ട്രാക്ഷൻസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടോ ക്വസ്റ്റ്യൻസ്? ഡിസ്ട്രാക്ഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് ഇന്നലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നില്ല, നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. ഓക്കെ, അതെന്തായിരുന്നു ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു അറിയാം? ഏതെല്ലാം രീതിയിലാണ് ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആകുന്നത്, എപ്പോഴെല്ലാമാണ് കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആകുന്നത്, എന്തിൽ നിന്നാണ് ഞാൻ ഒളിച്ചോടുന്നത്, എന്തിനാണ് ഞാൻ ഭയക്കുന്നത്. ക്വസ്റ്റ്യൻസ് ആണ്, ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമല്ല അത് ക്വസ്റ്റ്യൻസ് ആണ്. എഴുതിയിട്ടുണ്ടോ ഉത്തരം? ആൻസർ ചെയ്തിട്ടില്ല, ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തെന്നുള്ള രീതിയിൽ അത് എഴുതിയിട്ടില്ല. അല്ല, അത് എഴുതണം. അത് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു കറക്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അത് എവിടെയാണ് നിങ്ങൾ എന്തിൽ നിന്നാണ് ഒളിച്ചോടുന്നത് എന്നുള്ള ഉള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അർഷാദ്, വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? ഉണ്ട് സർ. ഉണ്ട്. ഇനി ഞാനത് ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണെന്നാണ് വിചാരിച്ചത്. ഇല്ല. ഏതെല്ലാം രീതിയിൽ ഡിസ്ട്രാക്ട് ആവുന്നു? ഏതെല്ലാം രീതിയിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു? ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്ത് ടാസ്ക് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ ഡിസ്ട്രാക്ട് ആവുന്നത്? എന്ത് ടാസ്ക് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്? ഞാൻ എന്നിൽ നിന്ന് ഒളിച്ചോടുന്നു. ഞാൻ എന്നിൽ നിന്ന് എന്തിനു ഒളിച്ചോടുന്നു? എന്തുകൊണ്ടാണ് ഞാൻ ഒളിച്ചോടുന്നത്? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, ഞാൻ എന്തിനാണ് ഭയക്കുന്നത്? ഞാൻ എന്തിനാണ് ഭയക്കുന്നത്? എനിക്ക് സ്ട്രെസ് ആകുന്നത് കൂടുതൽ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ്? എനിക്ക് കൂടുതൽ സ്ട്രെസ് വരുന്നത് ഏത് കാര്യം ചെയ്യുമ്പോഴാണ്? നോട്ട് ചെയ്തോ? ഞാൻ എന്തിനേക്കാണ് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇത് ആൻസർ ചെയ്തില്ല. ഞാൻ ഇത് ഇന്നലത്തെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണെന്നാണ് വിചാരിച്ചത്. ഹോംവർക്ക് എഴുതിയില്ലായിരുന്നു അതിന്. ഞാൻ തേടുന്നത് എന്തിനെയാണ്? ഓക്കെ, അത് എന്തുകൊണ്ടാണ് എന്നിലേക്ക് എക്സൈറ്റിംഗ് ആവുന്നത്? ഓക്കെ, അത് എന്തുകൊണ്ടാണ് എനിക്ക് എക്സൈറ്റിംഗ് ആവുന്നത്? ഓക്കെ, ഇത്രയുണ്ട്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന് ഉത്തരം എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്തിനെയാണ് ഭയക്കുന്നത്?
എന്തിനാണ് ഫസ്റ്റ് അതെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. എടുത്തോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തോ. ഫസ്റ്റ് എന്തോ ക്വസ്റ്റ്യൻ. എന്തെല്ലാം രീതിയിൽ ഡിസ്ട്രാക്ട് ആവുന്നു എന്നുള്ളതാണ് ഓക്കെ, ഫസ്റ്റ് ഏതെല്ലാം ക്വസ്റ്റ്യൻ. രീതിയിൽ ഡിസ്ട്രാക്ട് ആവുന്നത്? അപ്പൊ ഞാൻ സ്വയം ആത്മവിശ്വാസം ഇല്ലാത്താവുമ്പോഴേ നമുക്ക് ഡിസ്ട്രാക്ട് വരുന്നതാണെന്ന് എന്റെ അഭിപ്രായം. അല്ലല്ല, ഒറ്റയടിക്ക് ഉത്തരം പറയണ്ട. എന്തിൽ ഓക്കെ. നിന്ന് എന്ത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എന്ത് എന്ത് എന്തെല്ലാം രീതിയിൽ ഡിസ്ട്രാക്ട് ആവുന്നു. എന്തെല്ലാം രീതിയിൽ ഡിസ്ട്രാക്ട് ആവുന്നു. ഓക്കെ, എന്തെല്ലാം രീതിയിലാണ് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്? അത് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ ചിന്തകൾ വരുന്നു, അതൊരു ഡിസ്ട്രാക്ഷൻ ആണ്. ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നു, അതൊരു ഡിസ്ട്രാക്ഷൻ ആണ്. അതാണ് ഉദ്ദേശിച്ചത്. മാം എന്താ എഴുതിയത്? ഞാൻ സ്വയം ആത്മവിശ്വാസം ഇല്ലാത്ത സമയത്തല്ലേ നമ്മൾ അങ്ങനെ ഓരോ പ്രവൃത്തിയിലേക്ക് പോകുന്നത്. അങ്ങനെയല്ല. ഉത്തരം എഴുതേണ്ടത്, ഇതിന്റെ ഉത്തരം എഴുതുന്നത്, ഞാൻ ഫോർ എക്സാമ്പിൾ എന്താണ്, ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ സംസാരിച്ച് സമയം കളഞ്ഞു പോകുന്നു, ഇതൊരു ഡിസ്ട്രാക്ഷൻ ആണ്. ഞാൻ അതിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല, അതുകൊണ്ടായിരിക്കും. ഇല്ല. അപ്പൊ ഞാൻ പറയാ, നിങ്ങൾ എങ്ങനെയാണ് സമയം കളയാറുള്ളത്, എവിടേക്കാ പോവാറുള്ളത്, അതാണ് ചോദ്യം. ഇല്ല, ഞാൻ സാർ എനിക്ക് ചെറിയൊരു കടയുണ്ട്, അപ്പൊ എനിക്ക് കടയിൽ നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എനിക്ക് സമയം തഴയാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ല, ഡിസ്ട്രാക്റ്റഡ് പിന്നെ എനിക്ക് ആവാറുണ്ടെന്ന് പറഞ്ഞല്ലോ. ഉം. ആത്മവിശ്വാസം ഇല്ലാത്ത അപ്പൊ സമയത്ത് പിന്നെ കുറച്ച് അപ്പൊ എന്താ ചെയ്യാറുള്ളത്? അങ്ങനെ തോന്നാറുള്ളൂ. ഇപ്പൊ അത് തോന്നാറില്ല. സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ശേഷം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം എനിക്ക് ഓക്കെ, കുറച്ച് വായനാശീലമുണ്ട്. പിന്നെ കടയുള്ളതും കൊണ്ട് ആ കടയിൽ പോയി നിൽക്കും ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എനിക്ക് അപ്പൊ ഓട്ടെ പ്രശ്നമില്ലേ, ഡിസ്ട്രാക്റ്റഡ് ആവാറില്ല? ഇല്ല, അങ്ങനെ അധികം വരാറില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു മോളുടെ ഓക്കെ, പ്രശ്നത്തിലായിട്ട് ഇപ്പൊ അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഇപ്പൊ സ്റ്റിൽ ഓക്കെ, ദിസ് മൊമെന്റ് എന്നുള്ള വിധത്തിലാണ് ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ഹൂ ഈസ് ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ്? ആരാണ് ഇതുപോലെ ഡിസ്ട്രാക്റ്റഡ് ആവാറുള്ളത് എന്ന് പറയാമോ? ആർക്കും പറയാം. ഹു വാണ്ട്സ് ഹെൽപ്പ്? ആർക്കും വരാം. ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന ആർക്കും വേണമെങ്കിൽ സംസാരിക്കാം ഈ ചോദ്യം എടുത്തിട്ട്. അർഷദിന് പറയാൻ പറ്റും. ആരാണ്? റഷീദ പറഞ്ഞോളൂ. ഞാൻ എഴുതിയത് എനിക്ക് ചിന്ത വരും, ഡിസ്ട്രാക്ട് ആവുക, ചിന്തകൾ വരും. ചിന്തകൾ വരുന്നു. ഓക്കെ, എന്ത് ചിന്ത? അങ്ങനെയാണ് പോകുന്നത്. ചിന്തകൾ എന്ന് പറഞ്ഞാല് പിന്നെ ഫാമിലിനെ പറ്റിയിട്ടുള്ള ചിന്തകളാണ്. നെഗറ്റീവ് ചിന്തകളാണോ? എന്താകും എന്നുള്ള കുട്ടികളെ പറ്റിയിട്ടാണെങ്കിലും എന്താകും എന്നുള്ളൊരു മാറ്റ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇനി എന്താണ് ഞാൻ ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളൊരു ഞാന് ചിന്തിക്കുമ്പോൾ, ഇനി ഡിസിഷൻ എടുക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഭവിഷ്യത്തുകൾ വരിക, അതെങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ള ചിന്തകളാണ് വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ല ചിന്തകൾ, ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നുണ്ട്. ഈ ചിന്തകൾ നെഗറ്റീവായിട്ടുള്ള തരത്തിലുള്ള ചിന്തകൾ വരുന്നു. ഈ ചിന്തകൾ വന്നിട്ട് ആ ചിന്തകളിലേക്ക് പോയിട്ട് എല്ലാം മറന്നു പോകുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നില്ല, അല്ലെ? അപ്പോ അങ്ങനെ ഡൗൺ ആയി പിന്നെ സാറ് പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറ്റില്ല, ഇങ്ങനെ ശരിയാവില്ല എന്നുള്ള രീതിയിൽ നമ്മള് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി വരുമ്പോ കുറെ കാര്യങ്ങളാണ് റെഡിയാവും. പിന്നെ വീണ്ടും എന്തെങ്കിലും ഒരു ഇത് വരുമ്പോ അതിലേക്ക് പോകും വീണ്ടും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചോദ്യം ഇതെന്ന് വെച്ചാൽ, അടുത്ത ചോദ്യം എന്താ? ചിന്തകൾ വരുന്നു. ചെയ്യുമ്പോഴാണ് കൂടുതൽ ഡിസ്ട്രാക്ട് ആവുന്നത്. എന്ത് ജോലികൾ ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത്? അതെ, എന്ത് ജോലി ചെയ്യുമ്പോഴാ? അങ്ങനൊന്നുമില്ല, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നല്ല. അതെ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നല്ലോണം പോകുന്നു. ഓക്കെ, അപ്പൊ മെഡിറ്റേഷൻ ഇരുന്നു കൊണ്ടൊരു ജോലി ചെയ്യിപ്പിക്കുന്ന സമയത്ത്, സ്വസ്ഥമായിട്ട് ഇരുന്നുകൊണ്ടൊരു ജോലി ചെയ്യിപ്പിക്കുന്ന സമയത്ത് മൈൻഡ് പോകുന്നുണ്ട്. അപ്പൊ അതൊരു ഇഷ്ടമില്ലാത്തൊരു സംഗതി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ അടുത്ത ചോദ്യം. എന്തിലേക്കാണ് ഡിസ്ട്രാക്ട് ആകുന്നുണ്ട്? ഓക്കെ, എന്തിലേക്കാണ് ഡിസ്ട്രാക്റ്റഡ് ആകുന്നത്? അപ്പൊ ഈ നെഗറ്റീവ് ചിന്തകളിലേക്കാണ് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്, അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ എന്താണ് തേടുന്നത്? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ തേടുന്നത്? നിങ്ങളുടെ ഉള്ളിന്റെ ആ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഹാപ്പി അല്ല. നിങ്ങളുടെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട്, നിങ്ങളുടെ ഫാമിലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഇല്ല. ക്ലിയർ ആണോ?
മാം, റഷീദ മാം, തുടങ്ങി വെച്ചിട്ട് മുങ്ങരുത്. പറയൂ, ഇവിടെ വരൂ. എവിടെ പോയി? സംസാരിച്ചിട്ട് കേൾക്കുന്നില്ല. ആ, അവിടെ തന്നെ ഉണ്ടാവണം. ഇവിടെ തന്നെ എന്റെ അടുത്ത് തന്നെ ഒരിക്കലായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കും. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം കറക്റ്റ് ആയിട്ട് പറയണം. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഈ മെത്തേഡ് എല്ലാവർക്കും ഉള്ളതാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ എങ്ങനെ പോകാൻ പോകണം എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏരിയയിൽ ഫിക്സ് ചെയ്യേണ്ട സംഗതികൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പോകണം. നിങ്ങൾ ക്ലിയർ ആണോ? നിങ്ങൾ ലൈഫിൽ എവിടെയാണോ ഫിക്സ് ചെയ്യാനുള്ളത് എന്നുള്ളത് കണ്ടെത്താൻ പോവാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ എന്തിലേക്കാണ് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് എന്ന് പറഞ്ഞപ്പോ ഓക്കെ, വറീഡ് ആവുന്ന ഒന്ന് ചിന്തകൾ ഇതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വിഷമമുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ആയിട്ടില്ല എന്നുള്ള വിഷമം. ആ വിഷമമാണ് നമ്മളുടെ ഉള്ളിൽ പെയിനായിട്ട് കിടക്കുക. ആ വിഷമം ഏതാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിഷമങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ വിഷമവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ടെൻഷൻ ഫിക്സ് ചെയ്യാം. 2 കാര്യങ്ങൾ ഫിക്സ് ചെയ്യാം. ഒന്നുകിൽ ആ പ്രശ്നം ഫിക്സ് ചെയ്യാം, അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം. രണ്ടാമത്തത്, ആ പ്രശ്നം ചിലപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് അതിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ള ആ ഒരു മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഇഷ്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ആ ലെവലിൽ നമ്മൾക്ക് അത് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഐഡന്റിഫൈ ചെയ്യുക, കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നമ്മൾ ഹീൽ ചെയ്ത് നമ്മളത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രോഗ്രാം, ഹീലിംഗ് പ്രോഗ്രാം, ട്രോമ ഹീലിംഗ് പ്രോഗ്രാം ആണ് നമ്മളുടെ പ്രോഗ്രാം. ഏത് 18-ാം തീയതി നടക്കുന്ന പ്രോഗ്രാം. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കൊക്കെ എന്താ വെച്ചാൽ എന്തായാലും വരാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ആരെങ്കിലും പങ്കെടുക്കാത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വരിക. തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തിലേക്കാണ് പോകുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എന്തിലേക്കാണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, എന്തിലേക്കാ പോകുന്നത്? ഈ ചിന്തകളിലേക്ക് പോകുന്നുണ്ട്. ഈ ചിന്തകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ആ ചിന്തകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാല് എന്തായാലും അതിനെ നേരിടേണ്ടി വരും. അത് എങ്ങനെ എന്നുള്ള ഒരു വിഷയം വരുമ്പോ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെ? കുടുംബത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് നെഗറ്റീവ് പറയണ്ടെന്നുള്ള നിലക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലായി. അപ്പൊ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താ നിങ്ങൾക്ക് അറിയില്ല, പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ടോ? പ്രോഗ്രാമിലുണ്ടോ? അത് ഓൾറെഡി കഴിഞ്ഞോ? റിലേഷൻഷിപ്പിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങളുടെ ആ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അത് ഇന്നതാണ്, അത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ്, എന്തായാലും അത് ഡീൽ ചെയ്യേണ്ടി വരും. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഞാൻ എന്റെ സെൽഫിൽ നിന്ന് ഞാൻ എന്തിൽ നിന്നാണ് ഒളിച്ചോടുന്നത്? ഓക്കെ, എന്തിൽ നിന്നാണ് ഞാൻ ഒളിച്ചോടുന്നത്? കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഉള്ളിൽ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കട്ടോ. നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻ വരുന്നത് നമുക്കൊരു വല്ലാത്തൊരു ഫിയർ ഉള്ളിലുള്ള ഒരു കാര്യം ഉണ്ടാകും. ഇപ്പം റഷീദ മാമിനെ സംബന്ധിച്ചിടത്തോളം ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ആ ഒരു കാര്യം റഷീദ മാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കളയണം. അല്ലെങ്കിൽ എന്താണ്, ഈ ഡിസ്ട്രാക്ഷൻ തുടർന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് തുടർന്നു കഴിഞ്ഞാൽ ആ പെയിന് അത് വന്നു കഴിഞ്ഞാൽ വർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ജോലി ചെയ്യാൻ കഴിയില്ല, തളർന്നു പോകും, ടെൻഷനാവും, വിഷമാവും, ഡൗൺ ആവും. ഒരുപാട് മാറ്റുണ്ട്. കാരണം പഴയതുപോലെയല്ല. പക്ഷേ ഇന്നലെ പറഞ്ഞ മാതിരി കിടന്നോട്ട് എണീക്കാൻ പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥ ആയിരുന്നു. ബെറ്ററായി അൽഹംദുലില്ലാഹ്, ഒരുപാട് ബെറ്ററായി. നമ്മുടെ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം ഒരുപാട് ബെറ്റർ ആയി അല്ലേ? ഒരുപാട് മാറ്റമുണ്ട്. കാരണം അത് കൂടാതെ ഇരിക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ചാല് കാലിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. കാൽമുട്ടിന് പ്രശ്നം. പിന്നെ അപ്പൊ അതുകൊണ്ട് നല്ല പ്രയാസം ഉണ്ടായിരുന്നു. അതിന് നല്ല മാറ്റമുണ്ട്. അതെടുത്ത് ഞാൻ ഹീലൊന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ മെന്ററായിട്ടും സംസാരിക്കുന്നു. അത് സ്പെഷ്യലായിട്ട് ഞാൻ ഹീലൊന്നും ചെയ്തിട്ടില്ല. അതിനും വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹീൽ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അതിന് നല്ല മാറ്റമുണ്ട്.
ഓക്കെ, വെരി ഗുഡ്. എന്തായാലും ഹീലിംഗ് കണ്ടിന്യൂ ചെയ്യാം, മെന്ററുടെ സപ്പോർട്ടും കണ്ടിന്യൂ ചെയ്യുക, ഹീലിംഗും കണ്ടിന്യൂ ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് സാറിന് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. സാറിനായിട്ട് ഞാൻ അവിടെ വന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട് ബാക്കിൽ ഇരുന്നിരുന്ന ആളല്ലേ. ഓക്കെ. അതെ, എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. സംസാരിക്കും ചെയ്തിരുന്നു. എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്യൂസ് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത് വറീഡ് ആവണ്ട, നിങ്ങൾ നിങ്ങളുടെ എനർജി ഹൈ ആക്കുക. എന്താണോ ലെറ്റ് ദ യൂണിവേഴ്സ് ഡിസൈഡ്, പ്രപഞ്ചം തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, നമ്മൾ ഹീൽ ചെയ്യുക, നമ്മൾ കറക്റ്റ് ആക്കുക. ചിലപ്പോൾ അതിനനുസരിച്ച് എന്താണോ കറക്റ്റ് ആയിട്ട് വരേണ്ടത് അത് വരും. ഓക്കെ കേട്ടോ? ഓക്കെ. അബിയ എന്ന് പറഞ്ഞിട്ടുള്ള ആള് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് പറയാം. നമ്മുടെ കോഴ്സ് വരുന്നത് 10 ദിവസത്തെ ഓൺലൈൻ ട്രെയിനിങ്ങും ടോട്ടൽ 30 ദിവസത്തെ ഫോളോ അപ്പ് സപ്പോർട്ടുമുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ടൊരു മെന്റർ അസൈൻ ചെയ്ത് തരും. നിങ്ങളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ഹീൽ ചെയ്ത് നിങ്ങളെ തെറാപ്പി കാര്യങ്ങളൊക്കെ നൽകി നിങ്ങൾക്ക് ഹീലിംഗ് ചെയ്തിട്ട് നിങ്ങളെ ഹീൽ ചെയ്ത് പുറത്തു കൊണ്ടുവരും നിങ്ങളുടെ ട്രോമകളിൽ നിന്ന്. പ്രോഗ്രാം വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത്, ഫൈനാൻസ്, കരിയർ, ബിസിനസ്, അതേപോലെ സ്പിരിച്വാലിറ്റി, ഇത്രയും മേഖലകളിൽ നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അൺസ്റ്റക്ക് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അത് പുറത്തെടുക്കാൻ കഴിയാതെ കുടുങ്ങിയിരിക്കുകയാണോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് പുറത്തു വരാം. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല, കുറേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഡിസിഷൻസ് എടുത്തിട്ട് പല പരാജയങ്ങളും സംഗതികളൊക്കെ സംഭവിച്ച് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ നിങ്ങളെ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടാൻ നിങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പുനർജന്മം പോസിബിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീബോൺ ചെയ്തിട്ട് നിങ്ങൾ പുതിയൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകാം. അതാണ് അടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ എങ്ങനെ പോകണം എന്നുള്ള ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ, വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ആ ഒരു പുക നിറഞ്ഞിട്ടുള്ള ഒരു വല്ലാത്ത മങ്ങിയ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പുറത്തു വരണം. യു ഹാവ് ടു കം ഔട്ട്. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരാനൊക്കെ ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. 30 ഡേയ്സ് പ്രോഗ്രാമാണ്. ഇതിൽ പങ്കെടുത്തുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന പ്രോഗ്രാം. ഇറ്റ് വിൽ ബി എ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ പേഴ്സണലി ഓരോരുത്തർക്കുള്ള ഇഷ്യൂസിനെ എടുത്തിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതൊന്നും അല്ല അതിലെന്താ വെച്ചാൽ കുറച്ചുകൂടി ഡെപ്തിൽ ഹീലിംഗിലേക്ക് പോകും. നമ്മുടെ ലൈഫ് നമ്മൾ സ്ട്രക്കായി, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു പ്രത്യേക പാറ്റേണിൽ പോകുന്നത് കാണാം. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലതവണ സിമിലർ ലെവലിൽ ഇൻസിഡൻസുകൾ കാണാൻ പറ്റും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ കാണാൻ പറ്റും. നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളുടെ പ്രശ്നം ചെറുപ്പം മുതലേ നിങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ് ഈ പ്രശ്നം. ചെറുപ്പം മുതലേ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ദേഷ്യം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവില്ല. ചെറുപ്പം മുതലേ നിങ്ങൾ എന്താ വെച്ചാൽ കുറ്റപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവാം, പരിഹസിക്കപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് പല രീതിയിൽ വിഷമങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും സംഗതികളിലൂടെയും മനസ്സിലാവുന്നുണ്ടാവും. വിഷ്ണു പറയുന്നു, എൻ്റെ ആ ഒരു അവ്യക്തത മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്കിതിൽ കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നു. വിഷ്ണു അങ്ങനെ ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, വിഷ്ണുവിനോട് എന്താ വെച്ചാൽ വിഷ്ണു വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യും, പറഞ്ഞത് ചെയ്യും. കുറച്ച് നന്നായിട്ടൊന്ന് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. വിഷ്ണു എന്ന് വെച്ചാൽ നന്നായിട്ടെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ട് വിഷ്ണുവിനെ തീരുമാനം എടുക്കണം. വിഷ്വലൈസേഷൻ ചെയ്യാൻ പറഞ്ഞു, വിഷ്വലൈസേഷൻ ചെയ്യാൻ. ഇവിടെ അർഷാദ് വിഷ്വലൈസേഷൻ ചെയ്തിട്ടാണ് പ്രോഗ്രാമിലേക്ക് എത്തിയത്. യു വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നടക്കും സാറേ, ഉറപ്പാണ്. കാരണം എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. അതാ വിഷ്ണുവിനോടും കൂടി ഞാൻ പറയുന്നത്. എന്തായാലും വിഷ്വലി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്, അവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് വിഷ്വലി ചെയ്താൽ മതി, എന്തായാലും നടക്കും. 110% എന്തായാലും നടക്കും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് കറക്റ്റ് ആയിട്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു വിഷ്വലൈസേഷൻ ആ ഒരു പ്രാക്ടീസിൽ ആ ഒരു മൈൻഡിലേക്ക് നിങ്ങൾ കൊടുക്കുക, സ്ട്രോങ് ആയിട്ട് കൊടുക്കുക, കറക്റ്റ് ആയിട്ട് കൊടുക്കുക. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ മൈൻഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള പറയുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് വേണ്ടത് എന്താ, കോഴ്സിലേക്ക് ഭാഗമാണ്. ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്. അപ്പൊ വിഷ്ണു അത് ആദ്യം ചെയ്യും. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ഏതെല്ലാം വേർഡ്സുകൾ സംസാരിക്കുന്നത്, ഓർമ്മയുണ്ടോ? അതുകൊണ്ട് കുറേ ആൾക്കാരെ ഞാൻ പിടിച്ചിരുന്നു. നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന രീതികൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിടിച്ചിട്ട് അത് ഞാൻ കാണിച്ചു തന്നിരുന്നു, ഇങ്ങനെ സംസാരിക്കരുത്. ഇന്നലെയാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ എന്നതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ശരിക്കും ചിന്തിക്കുക. അപ്പോൾ എല്ലാവരോടും പറയും, ഈ കോഴ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, കോഴ്സ് എന്താണെന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് പാറ്റേൺ കണ്ടെത്തുക. പാറ്റേൺ എന്താണ്? സിമിലാരിറ്റി കാണാൻ പറ്റും. കുറേ സിമിലർ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ, അതായത് നിങ്ങൾ ഒരു പാറ്റേൺ നിൽക്കണം. എപ്പോഴും നിങ്ങൾക്ക് പരാജയങ്ങൾ നിങ്ങൾ വിട്ടുപോകുന്നില്ല.
അല്ലെങ്കിൽ വല്ലാണ്ട് ദേഷ്യം വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആവുന്നില്ല. ഏത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ, അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നതാണ്. നിങ്ങൾ എപ്പോഴും ഒരു ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്തേക്കാം. നിങ്ങൾ ചിലപ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ വല്ലാത്ത പെയിനിലൂടെ കടന്നു പോകുന്നത് കാണാൻ പറ്റും. ബിസിനസ്സുകളിലൊക്കെ നിരന്തരം പരാജയങ്ങൾ മാത്രം കാണാൻ പറ്റും. ഒരു പാറ്റേൺ തന്നെ കാണാൻ പറ്റും. അപ്പൊ അത് കറക്റ്റ് പാറ്റേൺ കണ്ടെത്തുക, അതിന്റെ കാരണം കറക്റ്റായിട്ട് കണ്ടെത്തുക, അതിന്റെ മൂല കാരണമായിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമ കണ്ടെത്തുക, അത് ഹീൽ ചെയ്യുക, ക്ലിയർ ചെയ്യുക, ഇൻ ഡെപ്തിൽ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും മുന്നോട്ട് പോകും. അത് ഹീൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൂളാണെന്ന് വെച്ചാൽ EFT എന്ന് പറയുന്നത്. EFT എന്ന് പറയുന്ന ടൂളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തെറാപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രോബ്ലത്തിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും. ഇത് മാത്രമാണ് പ്രശ്നം. നമ്മുടെ ആരോഗ്യത്തെ പറ്റി പറഞ്ഞു. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, ബോഡി പെയിൻ ആവട്ടെ, ലൈക്ക് സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഡിസീസുകളുണ്ട്, പലരും അനുഭവിക്കുന്നു, വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നു, എത്രയായിട്ട് മാറുന്നില്ല. ഗുളിക കുടിച്ചാൽ മാറില്ല, എന്നാൽ മാനേജ് ചെയ്യാം എന്ന് മാത്രം പറയുന്ന മെഡിസിൻ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ സൈക്കോസൊമാറ്റിക് ആണ്. ശരീരത്തിന് വേദന, കൈക്ക് വേദന, ദേഹത്തിന് വേദന, കാലിന് വേദന, ഉരയ്ക്ക് വേദന, ബാക്കിന് പെയിന്, സൈഡിൽ പെയിൻ, ചെസ്റ്റിൽ പെയിന്, ഈ ഭാഗത്ത് ഷോൾഡറിൽ പെയിന്, മുൻകൈന് പെയിന്, ഈ കൈൻ്റെ റിസ്റ്റിൽ പെയിന്. നമ്മൾ ഹീൽ ചെയ്യുന്നു, നേരെ പെയിനെല്ലാം പോകും. പെയിന് മാത്രമാണ്. ഗ്യാസിന്റെ പ്രശ്നം, അസിഡിറ്റി പ്രശ്നം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വയറുവേദന, അല്ലെങ്കിൽ തലവേദന, മൈഗ്രെയിൻ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു തെറാപ്പി പഠിച്ചിട്ട് നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ക്ലിയർ ചെയ്തെടുക്കാം. ഇറ്റ്സ് എ വെരി പവർഫുൾ പ്രോഗ്രാം. നിങ്ങളുടെ എനർജി നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനർജി ചേഞ്ച് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കംപ്ലീറ്റ് സംഗതികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അതാദ്യം മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് വരാം. അതിന്റെ മിറാക്കിൾസ് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. 1-2 പേർക്ക് എന്ത് എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റും. എന്ത് മാം, എന്താണ് പറയാനുള്ളത്? ഹലോ വിഷ്ണു, ഗുഡ് ഈവനിങ്, അല്ല ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? കേൾക്കാം. ഞാനിതുപോലെ ക്യാഷിലാഞ്ഞിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് ക്ലാസ് കയറിയ ഒരാളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് പറ്റിയൊരു ടൂളാണ് EFT. നിങ്ങൾക്കിതൊരു മുതൽക്കൂട്ടായിരിക്കും ജീവിതത്തിന്. കാരണം ഇത് ചെയ്തിട്ട് ഒത്തിരി മാറ്റങ്ങൾ അനുഭവിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വരിക. താല്പര്യത്തോടെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്താൽ മാത്രം മതി, അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഓക്കെ, താങ്ക് യു. ബിന്ദു മാം ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ ഒരുപാട് പേരുണ്ട് വിശ്വസിച്ച് മുന്നോട്ട് വരിക, അത്രമാത്രം. അപ്പൊ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. വിശ്വാസം, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പൊ മറ്റുള്ള വേറൊരാൾ പറഞ്ഞതാണ്. ഓക്കെ, 1-2 വേർഡ്സിൽ ആർക്കും പറയാം, ഇനിയും പറയാം. ആർക്കും പറയാം. ഗുഡ് മോർണിംഗ് സാർ. ഞാനിത് തീർത്തും പറയാൻ അർഹയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഞാനിത് അനുഭവിച്ച ആളാണ്. എക്സ്പീരിയൻസ് ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അഫ്സ മാം എന്താ പറയാനുള്ളത്? പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താ ലൈഫില്, അല്ലേ? ഞാൻ ഭയങ്കര ടെൻഷനിലുള്ള സമയത്താണ് ഞാൻ ഇത് കേൾക്കുന്നത്. ഞാനിങ്ങനെ റീൽസ് ഞാൻ കഴിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ യൂട്യൂബ് എടുത്ത് കഴിച്ചില്ല, അങ്ങനെ സമയം പോക്കുന്ന ആളായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു മെസ്സേജ് കണ്ടത്. അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ട് അപ്പൊ തന്നെ എനിക്ക് റിപ്ലൈ കിട്ടി. ഒരു മെന്റർ എന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് അപ്പൊ തന്നെ എനിക്ക് കുറെ സമാധാനം വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ EFT-ലേക്ക് കയറിയത്. തലേ ദിവസമൊക്കെ ഞാൻ അങ്ങനെ ദ്വാ ചെയ്യാ, പഠിച്ചോനെ എനിക്കൊരാൾ തുറന്ന് പറയാൻ ഒരാളെ കിട്ടണേന്ന്. ആ സമയത്താണ് എനിക്ക് ഈ മെന്ററെ കിട്ടിയത്, പിറ്റേ ദിവസം തന്നെ. അങ്ങനെ ഞാൻ അതിലേക്ക് കയറിയ സമയത്തും എനിക്കൊരു വിശ്വസിക്കാനൊന്നും പറ്റില്ല, കാരണം സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നതാണല്ലോ. അപ്പൊ ഈ പൈസ ഉപകരിക്കാൻ പറ്റുമോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആ ടെൻഷനിൽ എന്തായാലും വേണ്ടില്ല, കയറി നോക്കട്ടെ വിചാരിച്ചു അങ്ങനെ EFT-ലേക്ക് കയറിയത്. കയറി ഒരു രാവിലത്തെ ടൈമൊന്നും എനിക്ക് അത്ര ഒരു ഇത് തോന്നിയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്തോ എനിക്ക് ആകെ ഒരു മാറ്റങ്ങളെല്ലാം വന്ന്. പിന്നെ ഒരു ഉച്ചക്ക് ആ EFT-യിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നി, ഞാൻ എന്ത് അങ്ങനെ മാറുന്നത്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നി. എന്തൊക്കെയോ ഇതിലേക്ക് മാറി വന്നത്. പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ മാറ്റങ്ങൾ പെട്ടെന്ന് മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹസ്ബൻഡ് തന്നെ എന്നെ മനസ്സിലാക്കാത്ത ആള് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് ഞങ്ങൾ ഞാൻ എന്ത് സംസാരിച്ചാലും നെഗറ്റീവ് പറയുന്ന ആള് പെട്ടെന്ന് തന്നെ എന്നെ കേട്ട് നിന്നു. 1.5 മണിക്കൂർ എന്നെ കേട്ട് നിന്നിട്ട് എല്ലാം സംസാരിച്ച് ഓപ്പൺ. പിന്നെ എനിക്ക് ഇന്നേ വരെ മാറ്റങ്ങൾ ഓരോ ദിവസവും, എൻ്റെ ഓരോ ടൈമും ഞാൻ
പെട്ടെന്ന് അറിയാതെ ഫോൺ എടുത്തു പോവും വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ. അപ്പൊ ചിന്തിക്കൂ, എനിക്ക് അങ്ങനെ ചെയ്യാനുണ്ടല്ലോ, ഇത്ര ചെയ്യാനുണ്ടല്ലോ. ഇന്ന് വരെ ഞാൻ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്, ധൈര്യമായിട്ട് മുന്നോട്ട് വന്നോളൂ. അത്ര എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്ര മാറ്റങ്ങൾ എൻ്റെ വന്നിട്ടുണ്ട് ഈ സാധാരണക്കാരിയായ എനിക്ക് വരെ. ഓക്കെ, വെരി ഗുഡ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. അഫ്സ മാം എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കണ്ടില്ലേ? അവരുടെ ഹസ്ബൻഡ് എത്രയോ കാലങ്ങളായിട്ട് പ്രോപ്പറായിട്ട് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു അവരുടെ ഇടയിൽ ഒരു എന്തൊക്കെയോ ഒരു സംസാരിക്കാനോ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച പോലെ സംഗതികളോ കാര്യങ്ങളോ നടക്കാത്ത ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരുടെ എനർജി കാരണമാണ് അത് ഉണ്ടായിരുന്നത് എന്നുള്ളത് അവർ അനുഭവിച്ചു എന്നുള്ളത്. കാരണം അവരുടെ എനർജി ചേഞ്ച് ചെയ്തപ്പോൾ അവരുടെ ഒരു പെയിനിന്റെ അവർ അനുഭവിച്ചിട്ടുള്ള ട്രോമകൾ, ബുദ്ധിമുട്ടുകൾ, കാരണം നമ്മൾ അന്ന് അവിടെ ഡീപ്പായിട്ട് ചെറുപ്പകാലത്ത് ആ ഒരു ഇഷ്യൂസ് ഒക്കെ എടുത്തിട്ട് നന്നായി ഡീപ്പായിട്ട് ഹീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഹീൽ ചെയ്തതോടു കൂടിയാണ് അവർക്ക് ഫീൽ ചെയ്തത്, എനിക്ക് എന്താ സംഭവിക്കും, എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ, എനിക്ക് എന്തോ എൻ്റെ ബോഡിയിൽ എന്തോ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ എനർജി ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് കരച്ചിൽ വരും, വിഷമം വരും, എന്തൊക്കെയോ ആവും, അല്ലേ അല്ലേ സജീറ? ശരിയല്ലേ? എന്താണ് ബോഡിയിൽ ഫീൽ ചെയ്തിരുന്നത്, ശരീരത്തിൽ എന്താ ഫീൽ ചെയ്തിരുന്നത്? നമുക്ക് പറയാൻ കഴിയില്ല. അത് അത്രയും വലിയൊരു ചേഞ്ച് ആണ് അവിടെ വരുന്നത്. നമ്മളറിയാതെ നമ്മളിൽ നിന്ന് ഇങ്ങനെ വരുന്നൊരു കാര്യമാണ് അത്. പറയാൻ എക്സ്പീരിയൻസിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താ വെച്ചാൽ, ഇപ്പൊ എന്റെ ഭർത്താവിന്റെ ഒരു ഇഷ്യൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളതെങ്കിൽ അവരെ മനസ്സിലാക്കി നമുക്ക് ശരിക്കും പറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്ക് എന്റെ ഫാൾട്ട് എവിടെയാണ്, എന്റെ ടേസ്റ്റ് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഇന്നലെ ഞാൻ ഇപ്പൊ കണ്ട് അവരായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരെ ടേസ്റ്റ് ഇതാണ്. അവർക്ക് എഡ്യൂക്കേഷന് ഭയങ്കര ഇഷ്ടം, പക്ഷെ അത് ഇതുവരെയായിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ അത് കണ്ടെത്താൻ കഴിഞ്ഞത്. എഡ്യൂക്കേഷൻ അവര് ഒരുപാട് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. ഇന്ന് +2 കഴിഞ്ഞ പാടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു കുറവ് എന്റെ അടുത്ത് പറഞ്ഞിട്ടും ഇല്ല, അവർക്ക് പറയാൻ വയ്യ, കാരണം അവർ അറിഞ്ഞോണ്ട് കല്യാണം കഴിച്ചതല്ലേ. അപ്പൊ ഞങ്ങളെ തമ്മിലുള്ള ഒരു ഇത് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് പഠിക്കുമ്പോഴേ മുജയ്ക്ക് ഭയങ്കര ഹാപ്പി, ഈ പഠിക്കുന്നുള്ള അപ്പൊ എനിക്കത് എനിക്ക് പറ്റും എന്നുള്ളൊരു തോന്നലുണ്ട്, എനിക്ക് സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, ഇനി മുതല് ഇവിടുന്ന് ഞാൻ പഠിക്കും എന്നുള്ളൊരു തോന്നല് വന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓരോ ഹീലിംഗ് കഴിയുമ്പോഴോ ഒരു പ്രത്യേക ഒരു എനർജി വരിക, ഒരു പ്രകാശം നമ്മളെ മുന്നിൽ വന്നിട്ട് ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, നമുക്ക് ആരോ കൂടെ ഉണ്ട് എപ്പോഴും എന്നുള്ള ഒരു പ്രത്യേക തോന്നൽ വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇതാ ഈ ഒരു മിറക്കിൾസ് ആണ്. പിന്നെ അർഷദിന്റെ ഇവിടെ അർഷദ് പറഞ്ഞോളും. അർഷദ് എന്താ അവസ്ഥ പറഞ്ഞോളൂ. അർഷദൊക്കെ ഒരുപാട് അനുഭവിച്ച ആളാണ്. അതെ അതെ, എന്താ പറയാ, ഓരോ ദിവസം അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ കാര്യങ്ങൾ. ടെൻഷൻസുകൾ വരും, പക്ഷെ അതിനൊക്കെ റിഗ്രറ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് അതൊക്കെ ടെൻഷൻ ഓൾറെഡി നമ്മൾ അനുഭവിച്ച് അതിനൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി വരുന്ന ടെൻഷൻസിനെയൊക്കെ ഇനി എങ്ങനെ എടുത്ത് കളയാന്നുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട്. ഇനിയിപ്പോ എങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെ. അപ്പം ഒരു കാര്യം അറിയണം. അതെ, ഇപ്പോൾ ഷാനി ലാൻചോ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ചോദിച്ചിട്ടുണ്ട്, പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് പറയും. പ്രോഗ്രാമിന്റെ ഫീ വരുന്നത് 8,800 രൂപയാണ്. ഓക്കെ, അതാണ് അതിന്റെ ഡിസ്കൗണ്ടഡ് പ്രൈസ്. ആക്ച്വൽ പ്രൈസ് അതല്ല, 12,000 റുപ്പീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വേണ്ടി ഇമ്മീഡിയറ്റ്ലി നമ്മൾ വിളിക്കേണ്ട നമ്പറുണ്ട്, ടീം മെമ്പേഴ്സ്. ആ നമ്പർ നമ്മുടെ പോസ്റ്റ് ചെയ്യട്ടോ. 8086880780 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാണ്. ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഇവിടെ കൊടുത്തോളൂ, നിങ്ങളുടെ ടീം മെമ്പേഴ്സ് വിളിക്കുക. 18-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 18 എന്ന് പറയുമ്പോൾ ഇന്നിപ്പം ഡേറ്റ് എത്രയായി അല്ലേ, നിങ്ങൾക്കറിയാം അല്ലേ? അപ്പം ഇനി ആകെ 2 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ 18-ാം തീയതി, ഇന്ന് 16-ാം തീയതി, 16, 17, 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഈ ഒരു ഓഫർ സ്വന്തമാക്കുകയും ചെയ്യാം. അടുത്ത ബാച്ചിൽ വീണ്ടും പ്രൈസ് കൂടും. കഴിഞ്ഞ ബാച്ചിൽ ഇത്രയും പ്രൈസ് ഇല്ലായിരുന്നു. ഇപ്പോൾ പ്രാവശ്യം ജസ്റ്റ് ഒരു എമൗണ്ട് കൂടിയിട്ടുണ്ട്, ഫ്യൂച്ചറിലും കൂടും. കാരണം നമുക്ക് നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്, വലിയ ടീമായിട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും സംഗതികൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ല രീതിയിലേക്ക് ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലെവലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ വരുന്നത്. ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡെസിഷൻ നിങ്ങൾ എടുക്കുന്നത് എന്ത് എത്രയും പെട്ടെന്ന് എടുക്കുക, ടു ഗെറ്റ് ദ ബെസ്റ്റ് ഓഫർ, ടു ഗെറ്റ് ദ ബെസ്റ്റ് സപ്പോർട്ട് സിസ്റ്റം. അപ്പം അതുകൊണ്ട് അതിലേക്ക് വരിക എന്ന് മാത്രം പറയുന്നു. പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക്
10 ദിവസം ഉണ്ടാകും. എല്ലാ ദിവസവും വൈകുന്നേരം 7:30, ഇന്ത്യൻ സമയം 7:30 മുതൽ 9:30 വരെയാണ് പ്രോഗ്രാം നടക്കുന്നത്. സൂം പ്ലാറ്റ്ഫോമിലാണ് നടക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ്ലി നിങ്ങളുടെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോഗ്രാം നടക്കുന്നതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല, ലൈവിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. സോ ഡോണ്ട് വറി. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടൊരു കോച്ചിനെ തരും. എന്തിനാണ് പേഴ്സണൽ ആയിട്ടൊരു കോച്ചിനെ തരുന്നത്? പേഴ്സണൽ ആയിട്ടൊരു കോച്ചിനെ തന്നാലാണ് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ആ കോച്ച് പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ കേൾക്കും. നിങ്ങൾക്ക് ഒരുപാട് ടാസ്കുകൾ ചെയ്യാനുണ്ടാകും. പ്രത്യേകിച്ച് അപ്പം ഒരുപാടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്നുള്ളതല്ല, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കറക്റ്റായിട്ട് ആ ടാസ്കുകളിലൂടെ നിങ്ങൾ ചെയ്തു പോകുമ്പോൾ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. അതാണ് ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ അഫ്സമാമിനും ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ ഇതിൽ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പങ്കെടുക്കാൻ വരുന്നവരോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ ഇത്രയും കാലത്തെ അറിവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് വരും. നിങ്ങൾ ഇതുവരെ ചിന്തിച്ച സംഗതികളൊന്നുമല്ല, ലോജിക്കലി ചിന്തിക്കാതെ മാജിക്കലി ചിന്തിച്ച് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടാറുള്ള സാധാരണക്കാർക്ക്. എന്താ കാരണം? അവർ കൂടുതലായിട്ട് ഇതിനെ അനലൈസ് ചെയ്യില്ല. പറയുന്നത് എന്താണോ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അപ്പോൾ വലിയ റിസൾട്ടാണ് ലഭിക്കുക. അതാണ് നേരത്തെ അഫ്സമൻ പറഞ്ഞത്. എന്ത്, ഞാൻ സാധാരണക്കാരിയായിട്ടും എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടുന്നു, ഞാൻ തന്നെ അത്ഭുതപ്പെടുന്നു. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതിലൊരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ ഷീ ബിലീവ്സ് ഇൻ മാജിക്. ലോജിക്കലി അല്ല ചിന്തിക്കുന്നത്. അപ്പോൾ മാജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് തിങ്ക് മാജിക്കലി. എന്തും പോസിബിൾ ആണ്. നമുക്ക് ട്രസ്റ്റ് ഉണ്ടാവണം, ആ പോസിബിലിറ്റിയിൽ ട്രസ്റ്റ് ഉണ്ടാവണം, ആ മാജിക്കിൽ ട്രസ്റ്റ് ഉണ്ടാവണം, ആ മിറക്കിളിൽ ട്രസ്റ്റ് ഉണ്ടാവണം. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടുതൽ മാജിക്കലി അല്ല ലോജിക്കലി ചിന്തിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ തുടരുന്നത്. അതായിരിക്കാം നിങ്ങളുടെ പാറ്റേൺ. നിങ്ങളുടെ പാറ്റേൺ എന്താണ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഓക്കെ, വിഷ്ണു ആ പറയുന്നത് നിർത്തൂ എന്നാണ് പറഞ്ഞത്. വിഷ്ണു വരണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നീ വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതാദ്യം മനസ്സിലാക്കുക. വിഷ്ണുവിന് വേണമെങ്കിൽ വിഷ്ണു ആലോചിക്കുക. മനസ്സിലായോ? വിഷ്ണു അതിനെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപകടമാണെന്നാണ് ഞാൻ പറയുന്നത്. ആ സംസാരം നിർത്തൂ എന്നാണ് ഞാൻ പറയുന്നത്. വിഷ്ണു വരണം എന്നൊരു നിർബന്ധവും ഇല്ല. വിഷ്ണു വരണ്ട. ആ പ്രഷർ കൊണ്ട്, ഞാൻ ഇങ്ങനെ പറയുന്ന പ്രഷർ കൊണ്ട് വരണ്ട കേട്ടോ. അത് നെഗറ്റീവ് അടിക്കണ്ട. റിലാക്സ്, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് എപ്പോഴാണോ വന്നാൽ മതി. യു ഗോട്ട് ഇറ്റ്, ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ആ സംസാരം നിർത്തൂ. കഴിയില്ല. ബിക്കോസ് ദാറ്റ് ബിക്കെയിം എ സ്ട്രോങ് പാറ്റേൺ ഫോർ യു. ഞങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ പ്രോഗ്രാമിൽ വന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നാണ്. നിങ്ങൾ കേൾക്കാത്തതുകൊണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട്. എന്തായാലും നമ്മുടെ കൂടെ ഇരിക്കും. നമ്മുടെ മോർണിംഗ് ക്ലാസ്സിൽ എല്ലാ ദിവസവും ക്ലാസ്സിൽ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ആ സംസാരം ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. മനസ്സിലായോ? കാരണം അത് നിങ്ങൾക്ക് ആ ഒരു എനർജിയാണ് എപ്പോഴും നൽകുക. അതാണ് നമ്മളിവിടെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ആ പാറ്റേൺ ഉണ്ട്, അറിയാതെ ചെന്ന് പെട്ട പാറ്റേൺ ആണ്, ശീലിച്ചു പോയ പാറ്റേൺ ആണ്. അതാണ് വിഷ്ണുവിന്റെ പാറ്റേൺ. വിഷ്ണുവിന്റെ പാറ്റേൺ എന്താണ്? നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു എന്നുള്ള പാറ്റേൺ, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്നുള്ള പാറ്റേൺ. ആ പാറ്റേൺ ആരാ കട്ട് ചെയ്യുക? വേറെ ആരും വന്ന് കട്ട് ചെയ്യില്ല, നിങ്ങൾ തന്നെ കട്ട് ചെയ്യണം. എങ്ങനെ കട്ട് ചെയ്യുക? ഒന്ന്, സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുക്കുക, അവെയർ ആവുക, എന്നിട്ട് എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. ഇത് എല്ലാവർക്കും ഉള്ള ആൻസറാണ്, വിഷ്ണു മാത്രമല്ല. രണ്ടാമത്തെ എന്താണ്? ഹീലിംഗ് ചെയ്യുക. ഹീലിംഗ് ചെയ്യാൻ പ്രോഗ്രാമിലേക്ക് വരും. ഡീപ്പ് ലെവലിൽ ഹീൽ ചെയ്യണം. ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം കട്ടായി പോകും, അങ്ങ് ഇല്ലാണ്ടായി പോകും. അപ്പൊ ഇതിന് ബേസിക് സ്റ്റെപ്പാണ് പറയുന്നത് വിഷ്വലൈസേഷൻ. നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് മാത്രം ചിന്തിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുപോലും ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ പോലും കൺട്രോൾ കിട്ടാത്ത രൂപത്തിൽ വിഷ്ണുവിന്റെ ചിന്തകൾ പോകുന്നുണ്ടെങ്കിൽ യു നീഡ് സ്ട്രോങ് ഹീലിംഗ്. യു ഷുഡ് കം ടു ദ പ്രോഗ്രാം ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് ആ പ്രോഗ്രാം എടുക്കാം എന്നാണ് തിരിച്ചറിയേണ്ടത്. ഓക്കെ, എനിവേ, ഇതേപോലെ അപ്പം എല്ലാവർക്കും പ്രോഗ്രാമിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വീണ്ടും വരാം. ഫൈനൽ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു ഫൈനൽ ക്വസ്റ്റ്യൻസ്? ഷഹീല നസ്രീൻ ഒന്ന് പറയാമോ? വാട്ട് വാസ് യെസ്റ്റർഡേസ് ക്വസ്റ്റ്യൻ? നസ്രീൻ ഉണ്ടായിരുന്നല്ലോ ഇന്നലെ അല്ലേ? യെസ്, ഒന്ന് പറഞ്ഞോളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മൾ എന്തിലേക്കാണോ പോകുന്നത് അത് എന്തുകൊണ്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നു? അപ്പോൾ അതാണ് അടുത്തത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ചിലപ്പം ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ചിലപ്പോൾ അവിടെ ഉണ്ടാകും, അതുകൊണ്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അതിലുണ്ടാവും. അതിൽ ചിലപ്പോൾ നിങ്ങളുടെ പാഷൻ കിടക്കുന്നുണ്ടാവും, അതിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടം കിടക്കുന്നുണ്ടാവും, അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഗതി ചിലപ്പോൾ കണ്ടെത്താൻ പറ്റും. ഇഷ്ടം അല്ലെങ്കിൽ പാഷൻ, ഇങ്ങനെയുള്ള സംഗതികൾ ചിലപ്പോൾ അതിൽ കിടക്കുന്നുണ്ടാകും. ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഞാനിവിടെ ചെയ്യുന്ന ഒരു അന്വേഷണമാണ്. ദിസ് ഈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ടു നോ മോർ അബൌട്ട് യു. എന്തുകൊണ്ട് നിങ്ങൾ അതിലേക്ക് പോകുന്നു? ചിലപ്പോൾ അതിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ടാവും നിങ്ങളുടെ പാഷൻ ഉണ്ട്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ അതിലേക്ക്. സോഷ്യൽ മീഡിയയിലേക്ക് ചില ആൾക്കാർ പോകുന്നുണ്ടായിരിക്കും, അവർ ചിലപ്പോൾ കുറച്ചുകൂടെ ആർട്ടിസ്റ്റിക് ആയിരിക്കും, ആർട്ടിനോട് താല്പര്യം ഉണ്ടാകും.
ചില ആൾക്കാർ ഇങ്ങനെ ആൾക്കാരോട് സംസാരിച്ച് സമയം കളയുന്നുണ്ടാകും, ഗോസിപ്പുകൾ പറഞ്ഞിട്ട്. ചിലപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ആ ഒരു ഗോസിപ്പുകൾ പറഞ്ഞ് സമയം കളയുന്നു എന്നത് ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് നല്ലൊരു കരിയർ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും. നിങ്ങൾ നല്ലൊരു കൗൺസിലർ ആവേണ്ട ആളായിരിക്കും, ചിലപ്പോൾ കൗൺസിലർ ആയി പോയില്ല. നിങ്ങൾ നല്ല രീതിയിൽ കൗൺസിലർ ആയിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്താ വെച്ചാൽ ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കാം, ചിലപ്പോൾ സെയിൽസ് പേഴ്സൺ ആവേണ്ട ആളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അഡ്വക്കേറ്റ് ആവേണ്ട ആളായിരിക്കാം, പൊളിറ്റീഷ്യൻ ആവേണ്ട ആളായിരിക്കാം. എന്തുകൊണ്ട് നിങ്ങൾ ആ മേഖല അതിലേക്ക് തന്നെ പോകുന്നു, അവിടെ സമയം ചെലവഴിക്കുന്നത് കൂടുതൽ? വൈ യു ആർ സ്പെൻഡിങ് ടൈം, വൈ ദാറ്റ് ഈസ് എക്സൈറ്റിംഗ് യു? തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ചിലപ്പോൾ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഏരിയയിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ തീരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഹാപ്പി ആക്കാൻ പറ്റും, നിങ്ങളെ തിരിച്ചറിയാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ടാലന്റ് തിരിച്ചറിയാൻ പറ്റും, നിങ്ങൾ ഫുൾഫിൽഡ് ആവും, നിങ്ങളുടെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എന്താണ്, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? നിങ്ങൾ എന്താ തേടുന്നത്? ചിലരെന്തായിരിക്കും ഇതിൽ നിന്ന് ഒളിച്ചോടുന്നത്, ഇങ്ങനെ കിട്ടേണ്ട സ്നേഹം കിട്ടുന്നുണ്ടായിരിക്കില്ല. ഇവിടെ റഷീദ മാം പറഞ്ഞു നേരത്തെ, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നമാണ്. ചിലപ്പോൾ എന്തോ കിട്ടേണ്ടത് കിട്ടുന്നുണ്ടായിരിക്കില്ല. കിട്ടേണ്ടത് എന്തായിരിക്കും, തേടുന്നുണ്ടാവും, ചെറുപ്പം മുതലേ തേടിയിട്ടുണ്ടാവും, ചെറുപ്പം മുതലേ കിട്ടേണ്ട ആഗ്രഹിച്ചൊരു സാധനം ഉണ്ട്, അത് കിട്ടാത്തത് കൊണ്ടായിരിക്കാം, റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ചെറുപ്പം മുതലേ സ്നേഹം കിട്ടിയിട്ടില്ല. ഇപ്പോൾ മാരീഡായി, അവിടുന്ന് സ്നേഹം കിട്ടുന്നില്ല, ആ മാരേജ് അധികം മുന്നോട്ട് പോകില്ല, വേറെ തേടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെറുപ്പത്തിൽ കിട്ടാത്ത സ്നേഹമാണ് തേടുന്നത്. 2 ഓപ്ഷനാണുള്ളത്. മാരേജ് നിലനിർത്തണോ, നമ്മളുടെ ആ ഒരു പ്രോബ്ലം നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം, ചെറുപ്പത്തിലുള്ള പ്രോബ്ലം ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ നമ്മളെ സ്നേഹിക്കണം. എന്താണ് നിങ്ങൾ തേടുന്നത്, എന്താണ് നിങ്ങൾ എക്സൈറ്റഡ് ആക്കുന്നത്? നിങ്ങൾ വേറൊരാളടുത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ആ വേറൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു? അവനുമായിട്ട് വീണ്ടും എന്ത് മെസ്സേജ് അയക്കുന്നു? അൺഹെൽത്തി. കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടുന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോവില്ല. നിങ്ങൾ ബിരിയാണി തേടിക്കൊണ്ടിരിക്കുക, ബിരിയാണി നിങ്ങൾ കിട്ടിയാൽ പിന്നെ ബിരിയാണിക്ക് വേണ്ടി പോവോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് എന്നും പഴങ്കഞ്ഞിയാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് വേണ്ടത് ബിരിയാണി. എന്ത് ചെയ്യും? ചെറുപ്പം മുതലേ ആഗ്രഹിച്ച ബിരിയാണി അന്ന് മുതലും കിട്ടിയില്ല, ഉറപ്പാണ് നിങ്ങൾ തേടും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ബിരിയാണി കൊടുക്കണം, വെച്ചു കൊടുക്കണം, വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങണം. ചെറുപ്പത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആവണം. അന്നത്തെ ആ പരാതി ഇപ്പോഴും കിടക്കുന്നുണ്ട്, ആ മുറിവൊക്കെ ഉണക്കണം, ഹീലിംഗ് ചെയ്യണം. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മളെന്ന് വെച്ചാൽ ക്ലിയർ ആവണം. വി ഹാവ് ടു ക്ലിയർ ഇറ്റ്. അത് ക്ലിയർ ചെയ്തിട്ട് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വട്ട് എവർ ഇറ്റ് ഈസ് വി ക്യാൻ സോൾവ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയാമോ ഷഹീലൻ? എന്തുകൊണ്ട് അത് എക്സൈറ്റ് ചെയ്യിക്കുന്നു? വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനി അതർ ക്വസ്റ്റ്യൻസ്? എന്താണ്? When I am reacting, when I am excited, how my body reacts. Body language എന്താണ്, എങ്ങനെ നടക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ ഹാൻഡ്സിന്റെ മൂവ്മെന്റ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഓക്കെ, ഇത് ബോഡി ലാംഗ്വേജിന്റെ സംഗതിയാണ്. ഇത് ഇന്നലെ പറഞ്ഞ വേറെ വിഷയമാണ്. അപ്പോൾ ഈ വിഷയമാണ് നമ്മി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിന് ഉത്തരം എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും ഇനി ഇവിടെ വേണ്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസുകളാണ്. ആർക്കും ഷെയർ ചെയ്യാം. നിങ്ങൾ ഇതിൽ നിന്ന് എന്ത് കണ്ടെത്തി, എന്ത് മനസ്സിലാക്കി. എന്നിട്ട് ഇനി ഒരു ചെറിയൊരു എക്സസൈസും കൂടെ ഞാൻ ചെയ്യാം. ഈ എക്സസൈസിന്റെ സംഗതിയിൽ പറയുമ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ആരവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത് ഇപ്പോൾ? ഒന്ന് കമന്റ് ചെയ്യുക. ഒന്ന് കമന്റ് ചെയ്യുക. വല്ലാണ്ട് ടെൻഷൻ അനുഭവിക്കുന്നു, വല്ലാണ്ട് നെഗറ്റീവ് ഒരു സുഖമില്ല, ഞാനിങ്ങനെ ഒപ്പിച്ച് പോവാണ്, ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പോവാണ്, എനിക്കൊരു ഹാപ്പി മൂഡില്ല. വിഷ്ണു ഉടനെ ചാടി കയറിയിട്ടുണ്ട്. വിഷ്ണു എല്ലാ വിഷമവും ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, വിഷ്ണു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ബോഡി ലാംഗ്വേജ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ മൂഡ് ചേഞ്ച് ആവുന്ന പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇവിടെ എല്ലാവർക്കും ട്രൈ ചെയ്യട്ടോ. ജസ്റ്റ് എന്ത് ചെയ്യുക, വായ എങ്ങനെ തുറന്ന് പിടിച്ചാൽ മതി. ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് അനുസരിക്കുക. ഓക്കെ, ബിൻസി പറയുന്നുണ്ട്. ഓക്കെ, വായ ജസ്റ്റ് തുറന്ന് പിടിക്കുക. ഓക്കെ, നിങ്ങൾ അറിയാതെ ചിരിക്കുന്നതിലേക്ക് വരും കേട്ടോ. ജസ്റ്റ് ചുമ്മാ ചിരിക്കുന്നതായിട്ട് ഇങ്ങനെ പിടിച്ചേ. കുറച്ചു നേരം അങ്ങനെ ഇരിക്കുക. വാ തുറന്ന് ഇങ്ങനെ അങ്ങനെ തന്നെ വാ തുറന്ന് പല്ല് കാണിച്ചിരിക്കും. എത്ര പേർക്ക് ഇപ്പൊ ചിരി വന്നു? കുറച്ചു നേരം കൂടി ഇരിക്കുക, 1 മിനിറ്റ് ഇരുന്നാൽ മതി.
അത് ചിരിയായി മാറും. നോ ഡൗട്ട് അവിടെ. വിഷ്ണു ചിരിച്ച്. അതായത് നിങ്ങളുടെ ബോഡി ചിരിക്കുക എന്ന് പറയുന്ന സാധനം വെറുതെ ചെയ്താൽ മതി, ഇങ്ങനെ പിടിച്ചാൽ മതി. ഇതിങ്ങനെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ കമാൻഡ് പോകും. അതായത് നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന കമാൻഡ് എന്താ വെച്ചാൽ, ഈ ചിരി എന്ന് പറയുന്ന സംഗതി നമ്മൾ ജസ്റ്റ് കമാൻഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചിരി വരും, ഒരു ഹാപ്പി മൂഡിലേക്ക് പോകും. ഹാപ്പിനെസ് ഹോർമോൺസ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ആ ലെവലിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ഇതൊരു എക്സസൈസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ മൂഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുക. എത്ര പേർക്ക് മനസ്സിലായി? ഏതാണ് നിങ്ങളുടെ മെത്തേഡ്? ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്യണം. ഡിസൈൻ എ മെത്തേഡ്. അടുത്ത എഴുതിയോ? ഡിസൈൻ എ മെത്തേഡ്. ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്യും. ഡിസൈൻ എ മെത്തേഡ്. ഓക്കെ, ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്യും. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു പവർഫുൾ സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുക. നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ്ലി ബിഹേവിയർ ചേഞ്ച് ആവും, പെരുമാറ്റം ചേഞ്ച് ആവും, ആക്ഷൻ ചേഞ്ച് ആവും. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചേഞ്ച് ചെയ്യാൻ എന്താ വേണ്ടത്? സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ്? മാനസികാവസ്ഥ. മാനസികാവസ്ഥ ചേഞ്ച് ചെയ്യുക. മാനസികാവസ്ഥ ഹാപ്പി ആക്കുക, പോസിറ്റീവ് ആക്കുക, എനർജറ്റിക് ആക്കുക, പവർഫുൾ ആക്കുക. ഇതിനെന്താ ചെയ്യേണ്ടത്? ബോഡി ചലിക്കുക, ബോഡി ശരീരം ചലിക്കുക. നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് എനർജി കിട്ടും? എങ്ങനെ ശരീരം ചലിച്ചാൽ എനർജി കിട്ടും? അതൊന്ന് ഡിസൈൻ ചെയ്യും. അതിനാണ് ഞാൻ ഇന്നലെ എങ്ങനെയാണ് ശരീരം നിൽക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് നടക്കേണ്ടത്. സ്പീഡിൽ നടന്നാൽ മതി. ചിലർക്ക് കുറച്ച് സ്പീഡ് കൂട്ടുക, നിങ്ങളുടെ കംപ്ലീറ്റ് സ്റ്റേറ്റും മൈൻഡും. അറിയോ? മാറൂലേ? എനർജി മാറൂലേ? ഏതൊരു സാധനം ചലിക്കുന്ന ഏതൊരു സാധനത്തിനും ഫ്രിക്ഷൻ ഉണ്ടാകും. ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ചേഞ്ച് ആവും. എസ്വർണോ? സയൻസ് പഠിച്ചവർക്ക് അറിയാം, ഫിസിക്സ് പഠിച്ചവർക്ക് അറിയാം, ലോ ഓഫ് മോഷൻ പഠിച്ചവർക്ക് അറിയാം. എന്തിനും നമ്മൾ എന്താ വെച്ചാൽ എന്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്താ വെച്ചാൽ എനർജി ചേഞ്ച് നടക്കും. യാത്ര ചെയ്യുമ്പോൾ ആൾക്കാർ ഹാപ്പി ആവുന്നതിന്റെ കാര്യം എന്താണ്? ദേ ആർ മൂവിങ്. ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടുന്ന ഒരാൾ, എക്സസൈസ് ചെയ്യുന്ന ഒരാൾ, ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ തിരിച്ച് നല്ല സ്ട്രെസ് ഉള്ള ആളിലേക്ക് വീട്ടിൽ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് സംഭവിക്കും, അവരുടെ ബ്രെയിനിലെ സ്ട്രെസ് എല്ലാം പോകുന്നതാണ്. എവിടേക്കാണ് പോയത്? നിങ്ങളുടെ ബോഡിയിലെ എനർജി ചേഞ്ച് ആയി, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹോർമോൺസ് പ്രൊഡക്ഷൻ ചേഞ്ച് ആയി. നിങ്ങൾ ഇങ്ങനെ കിടന്നു നോക്ക് ബെഡിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ ആവശ്യമില്ലാതെ കിടന്നു നോക്ക്. കംപ്ലീറ്റ് എനർജി ചേഞ്ച്. ഒരുപാട് ഓവറായിട്ട് മൂവ് ചെയ്ത് എനർജി കൂടി ബോഡിക്ക് പിന്നെ താങ്ങാൻ പറ്റാതാവും. അപ്പോഴാണ് നമ്മൾ ടയർഡ് ആവും. ആ ടയർഡായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് റെസ്റ്റ് വേണം. ഇറ്റ്സ് എ ബാലൻസ്. ദെൻ യു ടേക്ക് റെസ്റ്റ്. ആ റെസ്റ്റ് തന്നെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എനർജി എന്താവും? അത് വേറെ നെഗറ്റീവായിട്ട് വരും. എസ്സോണോ? അല്ലെ? അതുകൊണ്ട് ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യണ്ട. ചില ആൾക്കാർക്ക് കിടന്നുറങ്ങിയാൽ മതി, ഒന്നും വേണ്ട. ചിലർക്ക് ഉറക്കേ ഉണ്ടാവില്ല, സമാധാനക്കേടായിരിക്കും. ചിലർക്ക് എന്താ വെച്ചാൽ വല്ലാണ്ട് ഭക്ഷണം കഴിക്കണം, ചിലർക്ക് ഭക്ഷണമേ വേണ്ട. പല രൂപത്തിലാണ് പലരുടെയും ബോഡി. ഏതാണോ നിങ്ങളുടെ ബോഡി മെക്കാനിസം, കോപ്പി മെക്കാനിസമായിട്ട് ഡെവലപ്പ് ചെയ്ത് അതാണ് എന്ത് സംഭവിക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരു കാര്യം അറിയാം, നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു മടുപ്പ് വരും. നിങ്ങളുടെ ഇരുത്തവും നടത്തവും ഒക്കെ ഒരു മാതിരിയാകും വല്ലാത്ത. നിങ്ങൾ എപ്പോഴും വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കത് ഇത്രയേ ഉള്ളൂ. കൈകുട്ടി അടിക്കുക, ജസ്റ്റ് കൈകുട്ടി അടിക്കുക, ഒന്ന് മുറുകെ പിടിക്കുക, ഒന്ന് സ്ട്രോങ് ആവാൻ എണീറ്റ് നിൽക്കുക, 2 കൽപ്പിച്ചിട്ട് കൈ ഒന്ന് ജസ്റ്റ് കയറ്റി കഴിഞ്ഞാൽ റെഡി, നമ്മൾ ഒരുങ്ങുകയാണ്. നിങ്ങൾ വീട്ടുജോലി ചെയ്യുമ്പോൾ നിങ്ങളിത് ചെയ്യാറുണ്ട് ഇല്ലേ? നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങൾ സ്പീഡിൽ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്? അതാണ് നിങ്ങളുടെ ബോഡി. അതിൽ നിന്നൊരു ഡിസൈൻ ചെയ്തെടുക്കുന്ന സാധനം. എന്തൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എന്താണ്?
അത് എഴുതി വെക്കും. നിങ്ങളുടെ മെത്തേഡിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളായിട്ട് അല്ല ഹൈ എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, മനസ്സിലാവുന്നുണ്ട്? ഫുഡിനോടുള്ള താല്പര്യം കുറഞ്ഞു. ഓക്കെ. സ്പീഡിൽ നടക്കാറുണ്ട്. ഓക്കെ. വേറെ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഫുഡിനുള്ള താല്പര്യം കുറഞ്ഞ് എപ്പോഴും തനിച്ചിരിക്കാൻ തോന്നുന്നു. രചന ഫാറൂഖ്. സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ്. രചന എന്ത് കാര്യത്തിലാണ് ലൈഫിൽ അൺഹാപ്പി ആയിരിക്കുന്നതെന്ന് ചോദിക്കട്ടോ. ഒരു ചോദ്യം എഴുതിക്കോ. രചന മാത്രം എഴുതിക്കോ, അതായത് രചന പോലെ പ്രശ്നമുള്ളവർ എഴുതിക്കോ. അതായത് ഞാൻ ഏത് വിഷയത്തിലാണ് അൺഹാപ്പി ആയിട്ടുള്ളത് അത് എഴുതുക. എന്താണ് എന്നെ വിഷമിപ്പിക്കാത്തത്, ആ സാധനം എടുക്കാം, ടാപ്പ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യണം. രചന നമ്മുടെ പ്രോഗ്രാമിൽ വന്ന ആളാണോ, അതല്ല നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആളാണോ? ജോയിൻ ചെയ്തിട്ടുണ്ടോ? രചന ഒന്ന് കമന്റ് ചെയ്യാവോ? ഹലോ, ഞാനാണ്. പറഞ്ഞോളൂ. പുതിയ ആളാണ്, ഇന്ന് കയറിയിട്ടേ ഉള്ളൂ. എവിടെ സ്ഥലം? മലപ്പുറം. എന്താണ് ഫൈനാൻഷ്യൽ പ്രോബ്ലം ആണ്? ഫൈനാൻഷ്യൽ നേരത്തെ വിഷ്ണുവോട് പറഞ്ഞ പോലെ തന്നെ മൊത്തം ഇതായി വരും, അതുകൊണ്ട് പറയാനൊന്നുമില്ല. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഫിക്സ് ചെയ്യണം. ഓക്കെ, ശരിയാക്കണം എല്ലാതും. അതിനാണ് ഓക്കെ. മാറ്റം വരുത്തണം, ജീവിതത്തിൽ നിന്ന് കുറെ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, വരുത്താം. മനസ്സിലായോ? അത് വരുത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിലേക്ക് സ്ട്രോങ് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ അടുത്ത് ഒരു ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ എന്ന് പറയുന്നത് സഹായം തേടുക എന്നുള്ളതാണ്. ഗെറ്റ് ഹെൽപ്പ്. നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നതിനാണ്. ഞാൻ കുറെ EFT കാര്യങ്ങളൊക്കെ ഒരുപാട് പോയി ചെയ്തൊക്കെ വ്യക്തിയാണ്. പക്ഷെ മാറ്റങ്ങൾ എനിക്ക് ഇപ്പൊ നേരത്തെ വിഷ്ണുവിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഞാൻ എനിക്കറിയാം എല്ലാതും, പക്ഷെ അത് ചെയ്യാൻ പ്രവൃത്തിയിൽ അത് കഴിയുന്നില്ല. അതൊരു വലിയൊരു ബുദ്ധിമുട്ടായി. എവിടുന്നാ പഠിച്ചത്? EFT മഞ്ചേരി. മഞ്ചേരിന്നാണ് പഠിച്ചത്. EFT ചെയ്യാന് മടിയാ, പാടില്ല. പക്ഷെ അതാണ് എന്റെ ഒരു അവസ്ഥ. ഡോണ്ട് വറി. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടെ ചെയ്യിപ്പിക്കാൻ ആളുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അവിടുന്ന് ഞാൻ 2 ക്ലാസ് ഇപ്പൊ ഒന്ന് കോഴിക്കോട് പോയിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ചെയ്ത്, അതുപോലെ പ്രോഗ്രാം പിന്നെ മഞ്ചേരിയിലും പോയിട്ട് സാറെ കണ്ടിട്ട് മഞ്ചേരിയിൽ നിന്നും ചെയ്ത്. പിന്നെ അന്നത്തെ സമയത്ത് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ക്ലാസ് സൂം വഴി ഉണ്ടായിരുന്നു, ഗൂഗിൾ മീറ്റ് വഴി. അന്നൊക്കെ ഓക്കെ ആയിട്ട് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് റേഞ്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ചില ദിവസങ്ങൾ കയറും, ചില ദിവസങ്ങൾ കയറില്ല, അങ്ങനെ ആയിരുന്നു. പിന്നെ അത് മറ്റേ ഒഴിഞ്ഞു മാറി, ഗ്രൂപ്പ് തന്നെ ഒഴിഞ്ഞു പോയപ്പോ പിന്നെ ഞാനും അതൊന്നും ഒഴിഞ്ഞു മാറി. അതാണ് എന്റെ അവസ്ഥ. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ. പക്ഷെ ഞാൻ മാത്രം എല്ലാവരും ഇടയിൽ ഞാൻ നല്ലൊരു വ്യക്തിയാ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരാളാണ്. പക്ഷെ എന്റെ കാര്യത്തിൽ മാത്രം ഞാൻ ഒന്നിനും ആവുന്നില്ല. അത് എനിക്കൊരു വലിയ സങ്കടം. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? ഈ സ്വഭാവമുള്ള ഒരാൾ ചെയ്യേണ്ട ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, എത്രയും പെട്ടെന്ന് ഒരാളുടെ കീഴിൽ ഒരാളുടെ സപ്പോർട്ട് ഫുൾ ടൈം നിങ്ങൾക്ക് വേണം, ഒരു ലെവൽ എത്തുന്നത് വരെ. അതുകൊണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേ പറ്റും. മനസ്സിലായോ? വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ വെച്ചാൽ റെഡിയാവും. അതാണ് എന്റെ അപ്പൊ അതേ പറയുന്നത്. അപ്പൊ ഒരാൾ നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ റിയാലിറ്റിയാണ്. കുറച്ച് കാലത്തേക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരാൾ എന്തായാലും വേണം. അത് വന്നിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വരും എന്തായാലും. ഓക്കെ, പ്രോഗ്രാമിലേക്ക് 18-ാം തീയതിയാണ്. എന്തായാലും നമ്മുടെ കൂടെ ഉള്ള ഒരു മെന്റർ നിങ്ങളുടെ കൂടെ ലോങ് ടേമിൽ ഉണ്ടാവും. ആ ലോങ് ടേമിൽ 30 ദിവസം ഉണ്ടാവും. കൂടുതൽ പുറമെ ഞാൻ എൻ്റെ എന്ന് വെച്ചാൽ 1-to-1 സെഷൻസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് നിങ്ങളുടെ യഥാർത്ഥ പ്രോബ്ലം എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം. വറീഡ് ആവേണ്ട, പ്രോഗ്രാമിലേക്ക് എന്തായാലും വരും. ഇവിടെ വേറൊരാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമന്റിൽ ചോദിച്ചത് രചന ഒന്ന് ഫാറൂഖ് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ ചെയ്തു തുടങ്ങി 2 day ആയി EFT. ഓക്കെ വിഷ്ണു, വെരി ഗുഡ്. പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ, ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡോണ്ട് വറി. നിങ്ങൾ എന്തായാലും പ്രോഗ്രാമിലേക്ക് ട്രൈ ചെയ്യേണ്ട, പ്രോഗ്രാമിലേക്ക് വന്നാൽ മതി. ഞാൻ ഈ കപ്പ് എടുക്കുക, ഇതൊരു കപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കപ്പ് എടുക്കാൻ ട്രൈ ചെയ്യാണ്. എടുക്കരുത്, ട്രൈ ചെയ്യണം. എടുക്കാൻ പാടില്ല. എടുത്ത പിന്നെ എടുത്തില്ലേ. ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും എന്തുണ്ടാവില്ല, റിസൾട്ട് ഉണ്ടാവില്ല. ഒന്നുകിൽ എടുക്കാല്ലേ ട്രൈ ചെയ്യും. ട്രൈ ചെയ്യുമ്പോൾ എന്താ, ഞാൻ ട്രൈ ചെയ്യണുള്ളൂ, ഞാൻ എടുത്തിട്ടില്ല. ശരിയാണോ? എടുക്കാന്ന് പറയുന്നത് അങ്ങോട്ട് എടുക്കലാണ്.
സോ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ജസ്റ്റ് നമ്മളങ്ങ് ഡിസിഷൻ എടുക്കുക. വെൻ യു ടേക്ക് ഡിസിഷൻ യുവർ ലൈഫ് ചേഞ്ചസ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും, കംപ്ലീറ്റ്ലി ചേഞ്ച് ആകും. നിങ്ങളുടെ ഡിസിഷൻ എടുക്കല്ലേ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. ഇനി മുതൽ ഇത്രയും കാലം അനുഭവിച്ചു, ഇനഫ് ഇസ് ഇനഫ് എന്ന് തീരുമാനിക്കണം. നിങ്ങളുടെ ലൈഫ് എപ്പോഴാണ് ചേഞ്ച് ആകുന്നത് അറിയും. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുന്നത് നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് മതി, ഇനഫ് ഇസ് ഇനഫ്, അനുഭവിച്ചത് മതി, സഹിച്ചത് മതി, ഇനി എനിക്കൊരു മാറ്റം വേണം, ഇനി എനിക്കൊരു ചേഞ്ച് വേണം എന്ന് ഡിസിഷൻ നമ്മൾ എടുക്കുന്ന ആ നിമിഷം മുതലാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നത്. ആ ഡിസിഷൻ എടുക്കാതെ നമ്മളിങ്ങനെ സുഖിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതങ്ങനെ പോകും. ഞാൻ എന്താ ചെയ്യുക, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇതാണ്. ദിസ് ഈസ് യുവർ പാറ്റേൺ ആൻഡ് ഇറ്റ്സ് ഓക്കെ. യു ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. പക്ഷെ യു ഹാവ് ടു ഫേസ് ദ റിയാലിറ്റി. ഇത് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ആരും വന്നിട്ട് ഫിക്സ് ചെയ്യാൻ പോകുന്നില്ല. നോബഡി ഈസ് ഗോയിങ് ടു കം ആൻഡ് ഹെൽപ്പ് മീ. വേറെ ഒരാളും വരാൻ പോകുന്നു. ഐ ഹാവ് ടു ഡു ദിസ്. ഞാനിത് ചെയ്തേ പറ്റൂ, ഞാൻ തീരുമാനം എടുത്തേ പറ്റൂ. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്തേ പറ്റൂ. റജീന ഫാറൂഖ്, ഹൗ? ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾക്ക് അറിയില്ലല്ലോ. അറിയാത്തത് കൊണ്ടാണ് പറയുന്നത് കോഴ്സിലേക്ക് വായു. അതാണ് ഞാൻ പറയുന്നത്. അറിയുന്ന ആളോട് ചോദിക്കുക, അവരുടെ നിന്ന് പഠിക്കുക. അതാണ് ഞാൻ പറയുന്നത്, കോഴ്സിലേക്ക് വായു. ഹൗ എന്നുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ ലോജിക്കലി ചിന്തിച്ചിട്ട് ഹൗ ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എത്ര പറഞ്ഞു തന്നു കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റിംഗ് തിങ്കിങ് വെച്ചിട്ട്, നിങ്ങളുടെ ഇത്രയും കാലത്തെ അനുഭവം വെച്ചിട്ട്, നിങ്ങളുടെ ഇത്രയും കാലത്തെ ചിന്തകൾ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കും. എന്ത് ഞാൻ എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഒരുപാട് ചിന്തകൾ വെച്ചിട്ട് നോക്കുക ചെയ്യുക. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാണാം. കാരണം അത് ഇത്രയും കാലം പരാജയമാണ്. ആ ഡിസിഷൻസ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നതാണോ? നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ? സ്വർണ്ണോ ഒന്ന് കമന്റ് ചെയ്തേ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, സ്വന്തത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആൾക്കാർ, സ്വന്തം ചിന്തകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു അല്ലേ? ഓൾറെഡി പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്കും അറിയാം. നമ്മളിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട്, നമ്മുടെ കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലയോ? നിമ്മിക്ക് നഷ്ടപ്പെട്ടിരുന്നില്ലേ? എന്ത് ചെയ്യും? ഫിയർ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ലേ? പഠിക്കുന്ന സമയത്ത് അതേപോലെ എക്സാമിനോട് ഭയങ്കര ഫിയർ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും ഇത് ആദ്യം നേരത്തെ ചെയ്യായിരുന്നെങ്കിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുമായിരുന്നു. അതെ, ഇപ്പൊ അവർക്ക് സജീറൊക്കെ ഫീൽ ചെയ്തൊരു കാര്യമാണ്. എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത്, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എക്സാം എഴുതാൻ നല്ല പേടിയാണ്. അപ്പൊ അന്ന് EFT പഠിച്ചിരുന്നെങ്കിൽ, ഈ സംഗതികൾ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇത് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, എന്റെ ലൈഫിൽ അന്നേ എനിക്ക് എക്സാമുകളൊക്കെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ എഴുതാൻ ബട്ട് എക്സാമിന്റെ ടൈം എത്തുമ്പോ നന്നായി പഠിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടാവും, ക്ലാസ്സിലൊക്കെ എല്ലാം പെർഫോം ചെയ്യും. എന്നാൽ ഭയങ്കര പേടിയാണ്. അപ്പൊ ആ പഠിച്ചതൊന്നും അല്ല ഞാൻ എക്സാം പേപ്പറിൽ എഴുതല്. അതെ, അതാണ് സംഭവിക്കുന്നത്. കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനിൽ നിന്നാണ് പല കുട്ടികളും പിന്നീട് പഠിക്കാൻ പേടിയാണ്, പഠനത്തെ പേടിയാണ്. എന്താണ്, എന്തിൽ നിന്നാണ് ഒളിച്ചോടുന്നത്? മനസ്സിലായോ? റജീന കണ്ടെത്തിയോ? ശശീറ കണ്ടെത്തിയോ? എന്തിൽ നിന്നാണ് ഞാൻ ഒളിച്ചോടുന്നത്? ഇത്രയും കാലം ഞാൻ ഒളിച്ചോടി അതിൽ നിന്നായിരുന്നു. റജീനയ്ക്ക് സത്യങ്ങളുടെ ഈ പ്രോഗ്രാമിൽ വന്നതോടുകൂടി കംപ്ലീറ്റ്ലി മാറ്റം വരുന്നുണ്ട്. ഇനി പഠിക്കണം. എല്ലാ പ്രോഗ്രാമിലും വരുന്നു, എല്ലാ ക്ലാസ്സിലും ഇരിക്കുന്നു. സോ ദാറ്റ് ചേഞ്ച് വിൽ ഹാപ്പൻ. ഇപ്പൊ എങ്ങനെ എന്നുള്ള ചോദ്യം, റജീന ഫാറൂഖ്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എനിക്ക് മനസ്സിലാവും. ഐ അണ്ടർസ്റ്റാൻഡ്. ഒരു ബ്ലോക്ക് ഉണ്ട്, എന്നാൽ ഹോപ്പും ഉണ്ട്. ആ ബ്ലോക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. ഡോണ്ട് വറി. അത് നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോ ചെയ്തിരുന്നേനെ. നിങ്ങൾക്ക് തന്നെയാണ് കഴിയുക, പക്ഷെ ഇപ്പോഴത്തെ നിങ്ങൾക്ക് അത് കഴിയില്ല. ഒരാളുടെ സഹായത്തോടു കൂടി നിങ്ങൾക്കത് പറ്റും. മനസ്സിലായോ? നിങ്ങൾ തന്നെയാണ് അത് ക്ലിയർ ചെയ്യുക. പക്ഷെ അതെങ്ങനെ ക്ലിയർ ചെയ്യും? ഒരാളുടെ സഹായത്തോടു കൂടിയിട്ട്. നമ്മളെന്താ വേണ്ട? ഇത്രയേ ഉള്ളൂ. നമുക്കൊരു കയ്യിന് നമുക്ക് ആക്സിഡന്റ് ആയി, കയ്യിന് മുറിവ് കിട്ടി. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു എന്തായാലും ഓപ്പറേഷൻ സർജറി നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയാണ്, അല്ല സർജറി നടത്തിയാൽ മാറുമോ? ഇതെങ്ങനെയാണ് നിങ്ങൾ സർജറി നടത്തുക? നിങ്ങൾ ഏത് മരുന്നാണ് ഉപയോഗിക്കുക? നിങ്ങൾ ഇഞ്ചക്ഷനാണോ ഉപയോഗിക്കുക? എത്ര മാസം എടുക്കും? നിങ്ങളിത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഇന്നത് ചെയ്യുമ്പോൾ ആദ്യം ഏത് വെയിനാണ് നിങ്ങൾ കട്ട് ചെയ്യുക? നിങ്ങൾ എവിടെയാണ് കട്ട് ചെയ്യുക? ഏത് ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുക? ഇതൊക്കെ ചോദിക്കുക നിങ്ങൾ? ഇല്ല, ബിക്കോസ് നിങ്ങൾക്കത് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് പറഞ്ഞു തന്നാലും മനസ്സിലാവില്ല. 5 വർഷം കൊണ്ട് ഒരാൾ പഠിച്ചെടുക്കുന്ന സാധനമാണ്.
നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഡോക്ടർ ഇതൊന്ന് റെഡിയാക്കി തരണം. അത്രയുള്ളൂ. എങ്ങനെ പറ്റിയോ? ഡോക്ടർ ചോദിച്ചു എങ്ങനെ പറ്റി? അങ്ങനെ പറ്റി. ഡോക്ടർ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി, കുഴപ്പമില്ല, നോക്ക്, പരിശോധിക്കും, സ്കാൻ ചെയ്യാൻ പറയും, ടെസ്റ്റ് ചെയ്യാൻ പറയും, മറ്റുള്ള സംഗതികൾ ചെയ്യാൻ പറയും. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ദിവസം നമ്മുടെ കൂടെ നിൽക്കണം, അഡ്മിറ്റ് ആക്കണം, കാര്യങ്ങൾ ക്ലിയർ ആക്കണം. മനസ്സിലാണ്? നേരെ ഡോക്ടർ പറയുന്ന പോലെ നമ്മളവിടെ കിടന്നു കൊടുക്കുന്നു, മരുന്ന് കുടിക്കുന്നു, ബെഡിൽ കിടക്കുന്നു. എന്തൊരു അനുസരണയാണ്! ശരിയല്ലേ? വേറെ വഴിയില്ല എന്ന് മനസ്സിലായാൽ ആ റിയാലിറ്റിയിലേക്ക് വരണം. ഗെറ്റ് ഹെൽപ്പ്. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമ്മൾ കുറേ ട്രൈ ചെയ്തു. അതാണ് ഞാൻ നേരത്തെ റജീന മാമിന് ഞാൻ പറഞ്ഞു കൊടുത്തത്. എന്നുവെച്ചാൽ എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. സ്വയം ഒരാൾക്ക് പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് ഹെൽപ്പ്. വി ആർ റെഡി ടു ഹെൽപ്പ് യു. 1 മാസം നിങ്ങളെ ടേക്ക് കെയർ ചെയ്തോളാം. 10 ദിവസം ഞാൻ നിങ്ങളെ ടേക്ക് കെയർ ചെയ്തോളാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങളെ ടേക്ക് കെയർ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ വിസിറ്റ് ചെയ്തോളാം. 1 to 1 സംസാരിക്കാം. ലെറ്റ്സ് ക്ലിയർ യുവർ ഇഷ്യൂസ് ആൻഡ് ലെറ്റ്സ് റീബിൽഡ്. ലെറ്റ്സ് ബിൽഡ് യുവർ സെൽഫ് ഇൻ ടു എ ന്യൂ ഫ്യൂച്ചർ. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്തെങ്കിലും തിരിച്ചു വരാം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. 18-ാം തീയതി നടക്കുന്നത്. അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തായാലും ഉപയോഗപ്പെടുത്തും കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് വീണ്ടും വരാം. നിങ്ങൾ ഡിസൈൻ ചെയ്തോ? ഒന്ന് ഡിസൈൻ ചെയ്യണം. ഓക്കെ, ഡിസൈൻ ചെയ്യുക. എന്താ ഡിസൈൻ ചെയ്യേണ്ടത്? നാളത്തേക്കുള്ള ടാസ്ക് ആണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇതിന് ഉത്തരം വ്യക്തമായിട്ട് എഴുതിക്കൊണ്ടുവരണം നാളത്തേക്ക്. ഓക്കെ, മനസ്സിലായോ? നാളത്തേക്ക് എന്താ എഴുതേണ്ടത്? നാളത്തേക്ക് എഴുതേണ്ടത് കറക്റ്റായിട്ട് എഴുതുക. റെഡിയല്ലേ? എന്താ ക്വസ്റ്റ്യൻ? എന്താ? ഞാൻ എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ശരീരഭാഷ എങ്ങനെയാണ്, ആ ശരീരഭാഷയിൽ നിന്ന് ഏതെല്ലാം എനിക്കൊരു ടെക്നിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ടെക്നിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, എൻ്റെ മൂഡ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കായിട്ട് എനിക്ക് അതിൽ നിന്നുള്ള ഏതെല്ലാം ക്വാളിറ്റീസ് ഉപയോഗിക്കാൻ പറ്റും, അതാണ് വേണ്ടത്. ക്ലിയർ ആണോ? അത് കണ്ടെത്തുക. അത് കറക്റ്റായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്നും ഒരു 3 or 4 മെത്തേഡ്, ഒരു 3 എണ്ണം മിനിമം നിങ്ങൾ എന്ത് ഡിസൈൻ ചെയ്തെടുക്കും. 4 എണ്ണം എഴുതിക്കും. 4 എണ്ണം. 4 ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണ്? ചിലർക്ക് ജമ്പ് ചെയ്യുന്ന, ചാടുന്നതായിരിക്കും. ചാടി കഴിഞ്ഞാൽ ശരീരം മൂവ് ചെയ്യുന്നത്. ഒന്ന് ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നടക്കുന്നതായിരിക്കും. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാതെ നടന്ന് സംസാരിക്കുന്ന കാണും. ചിലരെങ്ങനെയായിരിക്കും, വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും. നിങ്ങളുടെ ഒരു ബോഡിയിലാണ്. അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡ് എടുക്കുക, ആ മെത്തേഡ് നേരെ ഉപയോഗിക്കുക, ചേഞ്ച് ചെയ്യും കേട്ടോ. നമ്മുടെ കോഴ്സിലേക്ക് വേറെ കുറേ മെത്തേഡുകൾ വരുന്നുണ്ട്. അഡ്വാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്, അതിനെക്കുറിച്ച് വെയിറ്റ് ചെയ്യുക. അതിലേക്ക് ഒരുപാട് മെത്തേഡുകൾ വരുന്നുണ്ട്. ഓക്കെ, ബോഡി ടാപ്പിംഗ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ടാപ്പിങ്ങിനല്ലാതെ ബോഡി മൂവ്മെന്റ്സിലൂടെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. സൊമാറ്റിക് ഡാൻസുകളുണ്ട്, പല വെറൈറ്റി സംഗതികളൊക്കെ ഉണ്ട്. ഇറ്റ് വിൽ ബി റിയലി എക്സൈറ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. സോ യു ആർ ബ്രിങ്ങിങ് എ ലോട്ട് ഓഫ് തിങ്സ്, ന്യൂ തിങ്സ് there. ഓക്കെ, കം ടു ദ പ്രോഗ്രാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ആർക്കാ മനസ്സിലായത്? നിങ്ങൾ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ ശരീരഭാഷ, ആ ശരീരഭാഷ പ്രകാരം, ആ ശരീരഭാഷ പ്രകാരം അത് നിരീക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് എൻ്റെ മാനസികാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്ക് എങ്ങനെ കണ്ടെത്താം? ഏതിൽ നിന്ന് കണ്ടെത്തുന്നത്? ഞാൻ എനർജറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ പെരുമാറുന്ന ശരീരഭാഷകളിൽ നിന്ന് ഒരു 4 ടെക്നിക്ക് അതിൽ നിന്ന് എടുക്കുക. ആർക്കൊക്കെ കിട്ടിയവരെ എഴുതിയേ? ഒന്ന് പറഞ്ഞേ. കിട്ടിയവരെന്ന് പറഞ്ഞേ. നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം? കിട്ടിയവരുണ്ടോ? കിട്ടിയവരെന്ന് പറഞ്ഞോളൂ.
ഒന്ന് സ്പീഡിൽ നടക്കും. ഒന്ന് സ്പീഡിൽ നടക്കും. ഓക്കെ, വേറെ അത് ചെയ്യാറുണ്ട്. പിന്നെ ഭയങ്കര സ്പീഡിൽ എന്തെങ്കിലും വർക്ക് ചെയ്യും. സ്പീഡിൽ വർക്ക് ചെയ്യുക, സ്പീഡ് കൂട്ടുക, വർക്കിന്റെ സ്പീഡ് കൂട്ടുക, ചെയ്യുന്ന വർക്കിന്റെ സ്പീഡ് കൂട്ടുക. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വേഗം എന്താണ് അറ്റ്മോസ്ഫിയറിന് മാറിയിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒന്ന് മാറി നിൽക്കും. നല്ല ചെടികളെ അടുത്തൊക്കെ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. ഓക്കെ, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് തിങ്. വേറെ പിന്നെന്താ ചെയ്യാന്ന് വെച്ചാല് അങ്ങനെ എനിക്ക് പറ്റും എന്നുള്ളൊരു ആ ഒരു ലെവലിലേക്ക് എന്റെ മൈൻഡ് തോക്കൂല, തോക്കാൻ എനിക്ക് മനസ്സില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് ഞാനത് മാറിയിട്ട് ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വേറെ 2 സാധനങ്ങൾ. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഇത് നിങ്ങളൊന്ന് ഡിസൈൻ ചെയ്ത് ജസ്റ്റ് സെറ്റ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കുക കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും, നമ്മുടെ മൂഡ് ചേഞ്ച് ആവും. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, 2 കൈകൾ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് കംപ്ലീറ്റ്ലി ഈ രൂപത്തിൽ ചേഞ്ച് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നിങ്ങളുടെ എനർജി ബോഡിയിലെ സ്പീഡിൽ, നല്ല സ്പീഡിൽ ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓവർ സ്പീഡ് വേണ്ട, ചെയ്യാം. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒരു എനർജി വൈബ്രേഷൻ ഈ ഫ്രിക്ഷനിൽ നിങ്ങളുടെ എനർജിയുടെ വൈബ്രേഷൻ ചേഞ്ച് ആവും. ഇനി ഇത് മാത്രമാണോ? ഇല്ല, ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഫ്രിക്ഷൻ കൊടുത്താൽ മതി ശരീരത്തിൽ. ഇങ്ങനെ നിങ്ങൾ ടാപ്പ് ചെയ്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡിയിൽ ഒരു ചൂട് വരും, ഒരു വൈബ്രേഷൻ. അതൊരു ആങ്കറിങ് ആണ്, ഒരു മെത്തേഡാണ്. നിങ്ങളുടെ ബോഡി ഒന്ന് ഇളക്കുക. ഈ ജസ്റ്റ് ഗോ ദർ. ഇറ്റ്സ് 1 minute, 2 minute, 5 minutes മെത്തേഡാണ്. നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഒന്ന് വാമപ്പ് ആവും, ഒന്ന് ചേഞ്ച് ആവും. ബോഡിയുടെ ഇതൊന്ന് എനർജി ലെവലൊന്ന് ചേഞ്ച് ആവും. ഇതിന് പുറമെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെത്തേഡ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ മെത്തേഡ് അപ്ലൈ ചെയ്യുക. യു ഗോട്ട് ഇറ്റ്? യു ഗെറ്റ് അപ്പ്, യു സ്റ്റാൻഡ് അപ്പ്. എണീറ്റ് നിൽക്കുക, വളരെ സ്ട്രോങ് ആയിട്ട് എണീറ്റ് നിൽക്കുക. കൈ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ വെക്കുക. നിങ്ങൾ എപ്പോഴും എനർജറ്റിക് ആയിട്ടുള്ള സമയത്ത്, നിങ്ങൾ യുദ്ധത്തിന് റെഡി ആയിട്ട് നിൽക്കുന്ന രൂപത്തിൽ നിങ്ങളുടെ ഏത് ടാസ്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഗതി, നിങ്ങളുടെ ശരീരഭാഷ മൊത്തം എല്ലാത്തിനും ഒന്ന് ഒരുങ്ങി നിൽക്കുക. ഓട്ടോമാറ്റിക്കലി എന്താകും, ചേഞ്ചസ് വരും. മനസ്സിലാകട്ടോ? വീട്ടിൽ ജോലി ചെയ്യണോ നിങ്ങൾക്ക് എന്താ വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലെ ജോലി ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എങ്ങനെയാണോ നോർമലി ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡ്രസ്സ് എങ്ങനെയാണോ, നിങ്ങൾ മടക്കി കുത്താറുണ്ടോ? നിങ്ങൾ ഡ്രസ്സ് ജസ്റ്റ് എന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ടല്ലോ, ചില ചേച്ചിമാരെ കാണുന്ന വെച്ചാൽ നൈറ്റി അങ്ങോട്ട് കയറ്റി കുത്തും, അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ അവർ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല ഒന്നും പറയാനില്ല ആ ജോലിക്ക് വേണ്ടിയിട്ട്. സാരി എടുത്തവരാണെന്നുണ്ടെങ്കിൽ സാരി എന്ത് ചെയ്യും, അതിൻ്റെ സാരി തലപ്പെന്ന് ചുറ്റിയിട്ട് അങ്ങ് കെട്ടും. ഇറ്റ്സ് ലൈക്ക് സംതിങ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഒരുങ്ങുന്നത്, ആ ഒരുക്കത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരും. ഇറ്റ് വിൽ ബി റിയലി പവർഫുൾ. ഓക്കെ, നിങ്ങളെ തിരിച്ചറിയാൻ, നിങ്ങൾ ചേഞ്ച് ചെയ്യുക, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുക, എനർജി ചേഞ്ച് ചെയ്യുക, മൂവ്മെന്റ് ചേഞ്ച് ചെയ്യുക. യു വിൽ ട്രാൻസ്ഫോം ബ്യൂട്ടിഫുള്ളി. ഓക്കെ, എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ളത് നല്ല ഹൈ എനർജിയിൽ നിൽക്കുക. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. കൈ പിടിച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിരിക്കണം, ഫീൽ ചെയ്യാൻ പറ്റും. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലരെന്ന് വെച്ചാൽ ചത്ത മത്തി പോലെ ആയിരിക്കും ചില കൈ പിടിച്ച് കഴിഞ്ഞാൽ. മനസ്സിലാവുണ്ട്? ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെയാവരുത്. പിടിച്ചു കഴിഞ്ഞാൽ യെസ്, നമ്മളൊരു എനർജി അങ്ങോട്ട് കൊടുത്ത പോലെ ഫീൽ ചെയ്യണം. അവരുടെ കിട്ടും, നമുക്ക് കിട്ടുന്ന പോലെ. നമ്മളെപ്പോഴും അങ്ങനെയാവും, എനർജറ്റിക് ആവും. അതിനനുസരിച്ച് എനർജി തരുന്ന തരത്തിലുള്ള ഡ്രസ്സിങ്, അതാണ് അടുത്ത സാധനം. നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡ്രസ്സ് തരാം. നിങ്ങൾ ലുങ്കി എടുത്ത് നോക്ക്, ഒരു എനർജി ആയിരിക്കും. ആ പഴയ നൈറ്റി എടുത്തിട്ട് നോക്ക്, പോയി സകല എനർജിയും പോയി ഇല്ലേ? നിങ്ങൾക്ക് നിങ്ങളൊരു പരിപാടിക്ക് പോയിട്ട് നല്ല ഔട്ടിങ്ങിന് പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ എനർജി കൂടുതൽ, നിങ്ങളുടെ അതിനനുസരിച്ച് നല്ല ഡ്രസ്സ് ഇട്ട് നോക്കി, ഇല്ല ഇതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട്
നിങ്ങൾക്കായിരിക്കും. നിങ്ങളുടെ എനർജി അതാണ്. അപ്പം നിങ്ങൾക്ക് ഏത് മൂഡാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങളുടെ ഡ്രസ്സിങ്, നിങ്ങളുടെ എനർജി തീരുമാനിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഡെയിലി ലൈഫിൽ നടക്കുന്നത്. എനർജി ചേഞ്ചസ് ലൈക്ക് എനിത്തിങ്. ഞാൻ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എനർജി ഡിഫറെൻറ്റ്. ഞാൻ വൈറ്റ് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ എനർജി ഡിഫറെൻറ്റ്. കാരണം ഇത് സബ് കോൺഷ്യസ്ലി പ്രോഗ്രാംഡ് ആണ്. ഇതൊക്കെ ഞാൻ പുതിയ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഞാൻ സ്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ വേറെ എനർജിയാണ്. എനർജി ചേഞ്ചസ് കംപ്ലീറ്റ്ലി. മനസ്സിലാവുന്നുണ്ടോ? സോ ചേഞ്ച് യുവർ എനർജി, ചേഞ്ച് യുവർ ലൈഫ്. നമുക്കതിന് സാധിക്കട്ടെ. ഇന്നത്തെ സെഷനോട് അവസാനിക്കാൻ പോവാണ്. പറഞ്ഞ പോലെ മറക്കരുത്, നാളെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? നിങ്ങളുടെ എനർജി മൂവ്മെന്റ് എന്താണ് എഴുതിക്കോ. എനർജി മൂവ്മെന്റ്, നിങ്ങളുടെ എനർജി മൂവ്മെന്റ് എന്താണ്? എനർജി മൂവ്മെന്റ്, അതേപോലെ എനർജി ഹൈ എനർജി മൂവ്മെന്റ് എന്ന് എഴുതിക്കോ. നിങ്ങളുടെ ഹൈ എനർജി മൂവ്മെന്റ്. വാട്ട് ഈസ് യുവർ ഹൈ എനർജി മൂവ്മെന്റ്? 3 മെത്തേഡ്സ്, 3 മെത്തേഡ്സ് ഡിസൈൻ ചെയ്യും. നല്ല വസ്ത്രം ധരിക്കുന്നത് എനർജി നൽകുന്ന കാര്യമാണ്. കുളിക്കുന്നത് എഴുതിക്കോ, കുറെ നോട്ട് ചെയ്ത് വെച്ചോ. നന്നായിട്ട് കുളിക്കുന്നത് എനർജി നൽകുന്ന കാര്യമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാ നിങ്ങൾ നോട്ട് ചെയ്യുക. സ്പീഡിൽ നടക്കുന്നത് എനർജി നൽകുന്ന കാര്യമാണ്. ശരീരം ചലിപ്പിക്കുന്നത് അല്ലേ, അത് ഏത് രീതിയിലെന്നുള്ളത്. കൈകൾ മുഷ്ടി ചുരുട്ടി പിടിച്ച് ഒരു മെത്തേഡാണ്. വേറെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന എനർജി ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ്. ചെടികളുടെ പ്രകൃതിയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത്, നേച്ചറിന്റെ കൂടെ, ചെടികളുടെ കൂടെ, പ്രകൃതിയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് എനർജി ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ്. പോസിറ്റീവ് എനർജി നൽകുന്ന. ചില പ്രത്യേക റൂമിൽ ഇരിക്കുന്ന, നല്ല ഭംഗിയുള്ള റൂമിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ റൂമൊക്കെ എന്താ വെച്ചാൽ ഇനി ഇവിടെ അങ്ങോട്ട് നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്യണം. ചില കളറുകൾ നിങ്ങൾക്ക് എനർജി ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ്. ചില കളറുകളിൽ നല്ല സാധനങ്ങൾ കാണുക. അപ്പോൾ വീടൊക്കെ എപ്പോഴും എന്താ വെച്ചാൽ നല്ല പോസിറ്റീവായിട്ട്, നല്ല ഒരു പോസിറ്റീവ് കളർ തീമിലായിരിക്കണം. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് സന്തോഷം നൽകുന്ന അത്തരത്തിലുള്ള കളേഴ്സ് കൊണ്ടെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ കടുത്ത കളേഴ്സുകളൊന്നും പറ്റില്ല. നല്ല എപ്പോഴും പീസ്ഫുൾ ആയിട്ട് നൽകുന്നൊരു കളർ നൽകുക വീട്ടിൽ. പീസ്ഫുൾ കളർ. അപ്പോൾ ഒരു വൈറ്റ്, അങ്ങനെയൊക്കെ കുറച്ചുകൂടി. നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞ് കണ്ടില്ലേ, അവിടെ ഒരു പ്രത്യേക പെയിന്റിങ് ആയിരിക്കും അല്ലേ. മറ്റുള്ള ഹോട്ടലൊന്നും കാണുന്ന പോലെ ആയിരിക്കില്ല. മനസ്സിലാവുണ്ടോ? അതേപോലെ റൂമിലുള്ള സ്മെല്ല്, നല്ല സ്മെല്ലുകൾ, നിങ്ങളെക്കുറിച്ച് നല്ല സ്മെല്ലായിരിക്കും. നിങ്ങളുടെ പാർട്ണർ നല്ല സ്മെല്ലായിരിക്കണം. പാർട്ണർക്ക് വൃത്തിയുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ ഇല്ലെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. യു ഹാവ് ടു ഹെൽപ്പ് ദാറ്റ് പേഴ്സൺ. പെർഫ്യൂം ഉപയോഗിക്കാൻ പറയണം. നിങ്ങൾ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ട് റെഡിയായി വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യും. ബ്യൂട്ടിഫുൾ എനർജി. വീട്ടിൽ മൊത്തം പോസിറ്റീവ് എനർജി വേണം. വീട് മൊത്തം ക്ലീൻ ചെയ്യുന്നത് ഒരു നല്ല എനർജി നൽകുന്ന കാര്യമാണ്. ക്ലീൻ ചെയ്ത് വെക്കുന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വീട്. ഓക്കെ. സോ പറഞ്ഞതുപോലെ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഷെയറായിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. സീ യു ടുമോറോ. ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത് എഴുതുക കേട്ടോ. സൂപ്പർ സെഷൻ എന്ന് പറയുന്നു. താങ്ക് യു അസ്മ, താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് വീണ്ടും മറ്റൊരു സെഷനായിട്ട് കാണാം. ഓക്കെ, റെഡി? നാളത്തെ സെഷനിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹൈ വാല്യൂ ലിവിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, സോ നാളെ കാണാം. ഓരോ ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വിചാരിക്കുന്നു. പ്രോഗ്രാമിലേക്ക് വരാനുള്ള താല്പര്യമുള്ളവർ എന്ത് പ്രോഗ്രാമിലേക്ക് വരാം. മറക്കരുത്, ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് ഞാനിവിടെ പഠിപ്പിക്കുന്നത് ഒന്നുമല്ല പ്രോഗ്രാം എന്ന് പറയുന്നത് വേറെ ലെവൽ സാധനമാണ്. ഇവിടെ പഠിപ്പിക്കുന്നതൊക്കെ ചെറിയ ചെറിയ നെഗറ്റ്സുകളാണ്, അതല്ല പ്രോഗ്രാം. പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഫുൾ എന്താ പറയുക, KFC ചിക്കനാണ്. ദിസ് ഇസ് ജസ്റ്റ് നെഗറ്റ്സ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ലൈക്ക് കംപ്ലീറ്റ്ലി ബിഗ് ട്രീറ്റ് ആണ്. അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിവേ, സീ യു ടുമോറോ. നാളെ കാണാം. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.